സൗണ്ടില്ലല്ലോ, അവന് സൗണ്ടില്ല അവിടെ. നമ്മുടെ ആഘോഷ പരിപാടികൾ തുടക്കം കുറിക്കുകയായി. വണ്ടപ്പുറം ടൗൺ ലൈൻസ് ക്ലബ്ബ് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ സന്തോഷത്തിന്റെ അതിലുപരി അഭിമാനത്തിന്റെ സുവർണ നിമിഷങ്ങളാണിത്. നമുക്കറിയാം, നമ്മുടെ ക്ലബിലെ സജീവ പ്രവർത്തകനും പ്രമുഖ വ്യവസായിയുമായ പി കെ കുര്യാക്കോസ്, ലൈസി കുര്യാക്കോസ് ദമ്പതികളുടെ 25ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിനായാണ് നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ രാജൻ നമ്പൂതിരി, ചിത്ര രാജൻ നമ്പൂതിരിയുടെ വിവാഹ വാർഷികവും നമ്മുടെ ഗാർഡ് ഏരിയ ലീഡർ ലയൺ അഡ്വക്കേറ്റ് AV വാമൻകുമാർ സാറിന്റെ ജന്മദിനാഘോഷവും ഇന്ന് ഈ വേദിയിൽ സമഗ്രമായി നടത്തപ്പെടുകയാണ്. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് നമുക്കായി സംഘടിപ്പിച്ച ഇന്നത്തെ നമ്മുടെ സൂപ്പർ താരങ്ങൾ ലയൺ പി കെ കുര്യാക്കോസ് ആൻഡ് ലൈസി കുര്യാക്കോസ് ദമ്പതികളെ ഏറെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Then our next chief guest, Lion Rajan Nambudiri and Chitra Rajan Nambudiri, വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Then Lion Advocate AV Vamankumar sir, Veena Vamankumar sir and Veena Vamankumar, please sir. Lion Sriraj and Shruti Sriraj. നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ രാജൻ നമ്പൂതിരി സാറിന്റെ സഹോദരനാണ് ലയൺ ശ്രീരാജ് ആൻഡ് ശ്രുതി ദമ്പതികൾ. അവരുടെയും വിവാഹ വാർഷികമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. അപ്പോൾ ഏറെ സന്തോഷമുള്ള ഒരു സുദിനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മുടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയായി പ്രയർ ആരംഭിക്കുന്നു. പ്രയറിനായി ലിയോ ആൻ മരിയ ബിനു, ലിയോ ഇവാന ബിനു, ലിയോ ഐറീന ബിനു, ലിയോ എൽസ മരിയ ഷിൻസ് ആൻഡ് ക്രിസ്റ്റ്യൻ റാണ. Welcome speech, Lion Sebastian. Sebastian, District Project Secretary. ഈ ഉത്സവ മീറ്റിംഗിന് അധ്യക്ഷത അലങ്കരിക്കുന്ന വണ്ടപ്പുറം ടൗൺ ലൈൻസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ലയൺ അബു ഇബ്രാഹിം, വിവാഹ ജൂബിലിയുടെ നിലവിൽ നിൽക്കുന്ന ലയൺ പി കെ കുര്യാക്കോസ് ജയസി ചേച്ചി, 20ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ ലയൺസ് ഡിസ്ട്രിക്റ്റിൻ്റെ ഗവർണർ ലയൺ രാജൻ നമ്പൂതിരി, ചിത്ര രാജൻ, അതേപോലെ ഇന്ന് 20ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ശ്രീരാജ് ആൻഡ് ശ്രുതി, ഇന്ന് ജന്മദിനം, ഏറ്റവും ഭാഗ്യപ്പെട്ട ഒരു ജന്മദിനം ആഘോഷിക്കുന്ന ഗാർഡ് ഏരിയ ലീഡർ, നമ്മുടെ ക്ലബിൻ്റെ അംബാസഡർ എന്നറിയപ്പെടുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കനായ ലയൺ അഡ്വക്കേറ്റ് AV വാമൻകുമാർ ആൻഡ് ബീന വാമൻകുമാർ,
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഡിസ്ട്രിക്ട് ക്യാബിനറ്റിൻ്റെ സെക്രട്ടറി, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ, മറ്റ് ഡിസ്ട്രിക്ട് ഭാരവാഹികൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. കൊടുവേലി സാൻജോ CMI പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ പാലപ്പള്ളി, ഞാറക്കാട് സെൻറ് ആൻഡ്രീസ് ചർച്ച് അസിസ്റ്റന്റ് വികാർ ഫാദർ ജെറിൻ പുരയിടം, നമ്മുടെ റീജിയൻ ചെയർമാൻ ജെയ്സ് ജോൺ, ക്ലബിൻ്റെ രക്ഷാധികാരി, നമ്മുടെ ഇന്ന് വിവാഹ ജൂബിലി ആഘോഷിക്കുന്ന ശ്രീ PK കുര്യാക്കോസിൻ്റെ 25 വർഷം മുമ്പ് നടന്ന വിവാഹത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട നമ്മുടെ ജെബി ചേട്ടൻ, മറ്റ് ഇതര ക്ലബ്ബുകളിൽ നിന്ന് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രമുഖരെ, ക്ലബിലെ പ്രവർത്തകരെ, മറ്റ് സുഹൃത്തുക്കളെ, വണ്ണപ്പുറം ടൗൺ ലയൺസിനെ സംബന്ധിച്ച് ഏറെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചാതില ഒരു കാലങ്ങൾ വിട്ടുപോയി. നമ്മുടെ പ്രിയപ്പെട്ട ഹണിസാർ എത്തിയിട്ടുണ്ട്. നാളെ അറച്ചോ വേദിയിലേക്ക് കടന്നു വരണം. ഏറെ സന്തോഷത്തിൻ്റെ നിർവൃതിയിലാണ്. ക്ലബ്ബ് 2018 ആരംഭിച്ചതിന് ശേഷം ഇത്രയേറെ മനോഹരമായ ഒരു ജൂബിലി ആഘോഷിക്കാൻ ക്ലബിന് അവസരം ലഭിച്ചിരിക്കുകയാണ്. ക്ലബ്ബ് അതിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ബെന്നിച്ചേട്ടനെ പറ്റി 1-2 വാക്ക് പറയാതെ കടന്നു പോകാൻ പറ്റില്ല. ഏതൊരു സഹായവുമായി ബെന്നിച്ചേട്ടൻ്റെ വീട്ടിലെത്തുന്ന സഹായം അർഹിക്കുന്ന ഒരാളാണെങ്കിൽ സാധാരണ വന്നാൽ നാട്ടുപുറത്ത് വന്നാൽ ഷർട്ട് കിലുക്കി നോക്കും, കോയിൻ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ബെന്നിച്ചേട്ടൻ ഡോർ തുറന്ന് കെട്ടുപൊട്ടിക്കാറാണ് പതിവ്. ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ അവർ അർഹിക്കുന്ന ഒരു തുക സംഭാവനയായി ദിവസവും 1-ലധികം ആളുകൾക്ക് കൊടുത്തിട്ടാണ് തൻ്റെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നത്. താൻ ഏതളവ് കൊണ്ടാണെന്ന് കൊടുത്തോ അതിൻ്റെ 10 മടങ്ങായി അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നത് ഈ ഒരു ചാരിറ്റി ചെയ്യുന്നത് മാത്രമാണ്. ഇത്രയേറെ നന്മകളുള്ള ക്ലബിൻ്റെ അഭിമാനമായ ലയൺസ് പ്രസ്ഥാനത്തിന് അഭിമാനമായ ലയൺ PK കുര്യാക്കോസിനെയും പ്രിയപത്നിയെയും ഈ മീറ്റിംഗിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആരാധനായ ഡിസ്ട്രിക്ട് ഗവർണർ, ഇന്ന് ക്ലബിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഇന്നൊരു ദിവസം മുഴുവൻ അദ്ദേഹം നമ്മുടെ കൂടെയായിരുന്നു. അദ്ദേഹം അനുമതി തന്ന ക്ലബ്ബ് പണിയുന്ന 7 സ്വപ്ന ഭവനങ്ങൾ 2 വീട് സന്ദർശിക്കുകയും നാടമുറിച്ച വീട്ടിൽ ഗൃഹപ്രവേശനം നടത്തുകയും അതിൻ്റെ താക്കോൽ കൈമാറ്റം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട MP ഇവിടെ നിർവഹിക്കുകയും ചെയ്യും. ഈ ലയണിസ്റ്റിക് ഇയറിൽ 7 വീടുകൾക്കാണ് വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്ബ് ആപ്ലിക്കേഷൻ കൊടുത്തത്. ആ 7 വീടും യാഥാർത്ഥ്യമാകുവാൻ 3 ലക്ഷം രൂപ വീതം ഡിസ്ട്രിക്റ്റിൽ നിന്ന് അനുവദിച്ച് 4 വീടിൻ്റെ പണികൾ ഏകദേശം പൂർത്തിയായി. 3 വീടുകൾ കൂടെ ഏറ്റവും അടുത്ത മാസം പണി തീർത്ത് 7 വീടുകളും താമസയോഗ്യമായി തീരും. ഹൗസിംഗ് പ്രൊജക്റ്റിന് തന്നെ 7 ലക്ഷം രൂപ. ചേലച്ചോട് ഹോസ്പിറ്റലിലേക്ക് അവിടെ ഒരു പാലിയേറ്റീവ് സെൻ്റർ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ആംബുലൻസിന് നമ്മളൊരു അപേക്ഷ കൊടുത്തിരുന്നു. അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഏകദേശം 22 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു പ്രൊജക്റ്റ്. അതുപോലെ ചോദിച്ചതെല്ലാം നമുക്ക് വാരിക്കോരിത്തുന്ന ലയൺ പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്നേഹനിധി ലയൺ രാജൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സ്, വണ്ണപ്പുറം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് 50 ലക്ഷം രൂപയുടെ സേവന പ്രവർത്തനങ്ങൾക്ക് അനുമതി തരികയും അത് മുഴുവൻ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ക്ലബ്ബ് ഇപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹ ജൂബിലി നമ്മൾ ആഘോഷിക്കുന്നത് എത്രത്തോളം ഭംഗിയാക്കിയാലും അത്രത്തോളം നല്ലതാണ്. അദ്ദേഹത്തിന് വരും വർഷങ്ങളിൽ കൂടുതൽ പ്രവർത്തനത്തിനും നമ്മളെ സ്നേഹിക്കുവാനും നമ്മളോടൊപ്പം പ്രവർത്തിക്കാനും അവസരം ഉണ്ടാകട്ടെ. ഇതിന് വണ്ണപ്പുറം ക്ലബിന് ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ നിര്യാണത്തിന് ശേഷം നായമ്പലം എന്ന സ്ഥലത്ത് ഒരു അനുശോചനയോഗത്തിൽ അവിടുത്തെ പള്ളി വികാരി പറഞ്ഞു, എന്തൊക്കെയാണ് TV യിൽ കാണുന്നത്, കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. ഇതിനൊരൊറ്റ ഉദാഹരണമേ ആ പള്ളി വികാരിക്ക് പറയാനുള്ളൂ, മനുഷ്യനെ സ്നേഹിച്ചാൽ മനുഷ്യനും സ്നേഹിക്കും. ഒറ്റ വാക്കിൽ അച്ഛൻ അനുശോചന പ്രസംഗം അവസാനിപ്പിച്ചു.
മനുഷ്യനെ സ്നേഹിച്ചാൽ മനുഷ്യനെ സ്നേഹിക്കും. ഇവിടെയും അതുതന്നെയാണ്. ക്ലബ് അംഗങ്ങളെയും ക്ലബിനെയും ക്ലബ് ഭാരവാഹികളെയും സ്നേഹിച്ച ഒരു ഡിസ്ട്രിക്റ്റ് ഗവർണർ. അതുകൊണ്ട് ക്ലബ് അംഗങ്ങളും അദ്ദേഹത്തെയും ഏറ്റവും ഭംഗിയായി സ്നേഹിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കൂടിയിരിക്കുന്ന ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ. ഏറെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് കിട്ടിയ മഹാനദി ലയൻ രാജൻ നമ്പൂതിരിയെയും ചിത്രരാജനെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലയൻ അഡ്വക്കേറ്റ് എ വി വാമൻകുമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വാമനേട്ടൻ, ക്ലബ്ബ് തുടങ്ങിയ അന്ന് മുതൽ ഏതൊരു പ്രതിസന്ധികളിലും ഏതൊരു കാര്യത്തിനും നമ്മോടൊപ്പമുണ്ട്. നമ്മളുടെ ഒരാളായി നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങളിലും വലിയ ഉപദേശങ്ങളും നല്ല നല്ല കാര്യങ്ങളും പറഞ്ഞു തന്ന് ക്ലബിനെ മുന്നോട്ട് നയിക്കുന്ന, പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കുന്ന ഞങ്ങളുടെ ഒരു മാർഗദർശി. അദ്ദേഹം ഭാവിയിൽ ഉയരങ്ങളിലേക്ക് പ്രസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ പ്രിയങ്കരനായ ലയൻ അഡ്വക്കേറ്റ് എ വി വാമൻകുമാർ സാറിനെയും ലയൻ ബീന വാമൻകുമാറിനെയും ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ലയൻ ശ്രീരാജ്, നമ്മുടെ ഡി ജിയുടെ അതേ ദിവസത്തിൽ ഒരുമിച്ചായിരുന്നു സഹോദരൻ്റെ വിവാഹം. ഏറെ ഭാഗ്യം ലഭിച്ച ഒരു കുടുംബത്തിൽ 2 വിവാഹങ്ങളിൽ നിന്നും ഏറെ മംഗളകരമായി ഒന്ന് നടത്തുവാൻ സാധിച്ചു. അദ്ദേഹത്തെ കൂടുതൽ പരിചയമില്ല പലർക്കും, എങ്കിലും ശ്രീധരീയം എന്ന മഹാപ്രസ്ഥാനത്തിന് മുഴുവൻ സമയം സ്നേഹത്തിൻ്റെ പാതയിലൂടെ നടക്കുന്ന ലയൻ ശ്രീരാജനും സ്തുതിക്കും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാളിയാർ സച്ചോ ഖനിസാർ, ലയൻ എന്ന് കൂട്ടിച്ചേർക്കേണ്ട ഒരു മഹാമനുഷ്യനാണ്. അദ്ദേഹം യൂണിഫോം ഇട്ട കാക്കി വസ്ത്രം തടഞ്ഞ ഒരു മനുഷ്യ സ്നേഹി. പൊക്കി പറയാം, അദ്ദേഹം ചിരിക്കുകയാണ്. കാളിയാർ പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം നിങ്ങൾ വെറുതെ ഒന്ന് പോയിരുന്നാൽ മതി. അവിടെ വരുന്ന പരാതികൾ അടിപൊളി കേസോ വസ്തു തർക്കമോ ഒന്നുമല്ല. സാറേ, എൻ്റെ കൊച്ചിന് അഡ്മിഷൻ, പഠിക്കാൻ നിർവാഹമില്ല, ഫീസ്, ഇങ്ങനെയുള്ള മാനുഷിക പ്രശ്നങ്ങളിലെല്ലാം നേരിടേണ്ടവരുടെ കിട്ടുന്ന ശമ്പളവും വീതിച്ചു കൊടുത്ത് ബാക്കി ബെന്നിച്ചേട്ടനെ പോലുള്ള നല്ല മനുഷ്യരെ കൊണ്ട് ചെയ്യിച്ച് അദ്ദേഹം വൈകിട്ട് അന്തിക്കുന്നു. ഏറെ നന്മകളുള്ള കാളിയാർ സച്ചോ ശ്രീ റാണി അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിസ്ട്രിക്ട് ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി ശ്രീ ജോർജ് സാരി ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഡിസ്ട്രിക്ട് ഗവൺമെൻറ്റിൻ്റെ ട്രഷറർ ലയൻ സിബി ഫ്രാൻസിസും പ്രിയഭഗ്നിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വർഷം ഡിസ്ട്രിക്റ്റിൽ നമുക്ക് മുൻപ് പറഞ്ഞ ഈ ആനുകൂല്യങ്ങളും നമ്മൾ അർഹിക്കുന്നതിൽ കൂടുതൽ നമുക്ക് വീടുകളാണെങ്കിലും പ്രൊജക്റ്റുകളാണെങ്കിലും തന്നത് ഒരു ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ട്രഷറുടെ പൂർണ്ണമായ സമ്മതത്തോടും മനസ്സറിവോടും കൂടിയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ക്ലബിനെ ഏറെ സ്നേഹിക്കുന്ന ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ട്രഷറർ ലയൻ സിബി ഫ്രാൻസിസിനെയും പ്രിയഭഗ്നിയെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 2 ഭവനങ്ങളുടെ താക്കോൽ ദാനം ഇവിടെ നടത്തപ്പെടുകയാണ്. ആ താക്കോൽ ദാന ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ ഇടുക്കിയുടെ പ്രിയങ്കരനായ MP ശ്രീ ഡീൻ കുര്യാക്കോസ് അവറുകളാണ്. അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാൻ ജോസ് EMI പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ പാലപ്പള്ളി, അദ്ദേഹം കോലഞ്ചേരിയിൽ നിന്ന് മൂവാറ്റം വന്ന് ബ്ലോക്കിൽപ്പെട്ടു. ഇന്ന് കൃതജ്ഞതാ ബലിയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിരുന്നതാണ്. അദ്ദേഹം ഇവിടെ വരാൻ കാരണം ലയൻസുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. എന്ത് ത്യാഗം സഹിച്ച് നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് നടത്തും. സ്കൂൾ ക്ലാസ്സുകൾ കട്ട് ചെയ്തൊരു ദിവസം ബാൻഡ് സെറ്റ് നമുക്ക് വേണ്ടി അദ്ദേഹം സ്കൂളിൻ്റെ സ്വന്തം വണ്ടിയിൽ യാതൊരു പ്രതികരണവും കൂടാതെ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി തന്നു. അദ്ദേഹം ഒരു ദിവസം ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അച്ഛൻ സജ്ജത്തിലായിരുന്ന സമയത്ത് മാമൻജി ഒരു ക്ലാസ് എടുക്കാൻ പോയി. വന്നതിന് ശേഷം മാമൻജി ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ല എന്നിട്ട് ദുഃഖമുണ്ടായിരുന്നു. ആ പ്രശ്നം ഇന്ന് പരിഹരിക്കുകയാണ്. ഏറെ സ്നേഹം നിറഞ്ഞ സാൻ ജോസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഞാറക്കാട് സെൻറ് ആൻഡ്രീസ് ചർച്ച് അസിസ്റ്റൻ്റ് ഫാദർ ജെറി, ചെറു പുഞ്ചിരി മാത്രം. ആ പുഞ്ചിരി കണ്ടാൽ നമുക്ക് അദ്ദേഹത്തിന് പ്രത്യേക സ്നേഹം തോന്നും. എനിക്ക് കുറച്ച് പരിചയമേ ഉള്ളൂ. ഇന്ന് ആ വീടിൻ്റെ താക്കോൽ ദാന ചടങ്ങിന് അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വെഞ്ചിരിപ്പിനുണ്ടായിരുന്നു.
ഇത്ര സൗമ്യനായ ഒരു നല്ല ഇടയൻ ഞാറക്കാട് സേവനം ചെയ്യുന്നു. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലയൺസ് പ്രസ്ഥാനത്തിൽ നിരവധി ലീഡേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ലീഡേഴ്സിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ലയൺസ്. അധ്യക്ഷ പ്രസംഗത്തിനായി ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ അബു എബ്രഹാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ രാജൻ എൻ നമ്പൂതിരി അവരുകൾ, ഗാർഡ് ഏരിയ ലീഡർ സ്നേഹം നിറഞ്ഞ ലയൺ അഡ്വക്കേറ്റ് എ വി വാമനന്മാർ അവരുകൾ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാളായ ഞങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലയൺ പി കെ കുര്യാക്കോസ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഗവർണർ സഹോദരൻ ലയൺ ശ്രീരാജ്, സ്നേഹം നിറഞ്ഞ ഹണിസാറ്, അതുപോലെ ജോൺസൺ പാലപ്പള്ളി അച്ഛൻ, റീജിയൻ ചെയർമാൻ ജെയ്സ് ജോണ്, അതുപോലെ ഫാദർ ജെറിൻ ഒരേത്തിൽ, സ്നേഹം നിറഞ്ഞ ക്ലബ് അംഗങ്ങളെ, മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് വന്ന PSTമാരെ, ക്ലബ്ബ് ഭാരവാഹികളെ, ബെന്നിച്ചാരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സുഹൃത്തുക്കളെ, വണ്ണപ്പുറം ലയൺസ് ക്ലബിനെ സംബന്ധിച്ച് വളരെ സന്തോഷവും അതിലുപരി ആഹ്ലാദത്തിൻ്റെ ഒരു ദിനത്തിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. കാരണം ഈ PST 2024-25 വർഷത്തിൽ അധികാരമേറ്റതിനു ശേഷം നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു മഹനീയമായ ഒരു പ്രോഗ്രാമിനെ സാക്ഷ്യം വഹിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച്, ക്ലബ് അംഗങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം ഞങ്ങളുടെ ക്ലബിൻ്റെ എല്ലാമായ ലയൺ പി കെ കുര്യാക്കോസ്, അതുപോലെ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിനെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ രാജൻ എൻ നമ്പൂതിരി അവരുകൾ, അതുപോലെ ഞങ്ങൾക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായാലും, ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായാലും, കഷ്ടപ്പാടുകളുണ്ടായാലും ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്നതും ഞങ്ങൾക്കതിന് ആശ്വാസകരമായ ഒരു മറുപടി ലഭിക്കുവാൻ പ്രാപ്തിയുള്ള, ഞങ്ങൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഞങ്ങളുടെ അഡ്വക്കേറ്റ് എ വി വാമനന്മാർ അവരുകൾ, ഇവരുടെ എല്ലാം സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒത്തുകൂടുമ്പോൾ അതെന്തുമാത്രം സന്തോഷകരമാണ് എന്ന് നമ്മൾക്ക് എല്ലാവരും ചിന്തിക്കാവുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ലയൺ പി കെ കുര്യാക്കോസിനെ കുറിച്ച് സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് അദ്ദേഹം ഒരു ക്ലബിൻ്റെ ഒരു സൈലന്റ് പില്ലറാണ്. എല്ലാ കാര്യങ്ങളിലും ഏത് സമയത്തും ഞങ്ങൾക്ക് സമീപിക്കാവുന്നത്. ക്ലബിനെ എപ്പോഴും എത്രയും പ്രിയപ്പെട്ട റോയ് ചേട്ടൻ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് ക്ലബിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതുപോലെ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഒരു ജോയിന്റ് പ്രസിഡന്റാണ് ക്ലബിൻ്റെ ശ്രീ പി കെ കുര്യാക്കോസ്. അദ്ദേഹത്തിൻ്റെ 25ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് അഭിമാനപൂർവ്വമായ നിമിഷമാണ്. അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു മനുഷ്യനും എപ്പോഴും സമീപിക്കാവുന്നതും എല്ലാവരെയും ഒരുപോലെ കാണുകയും ഒരുപോലെ കരുതുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ലയൺ പി കെ കുര്യാക്കോസ്. അദ്ദേഹത്തിൻ്റെ 25ാം ജന്മവാർഷികത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ അനുമോദനങ്ങൾ നേടുന്നതോടൊപ്പം തന്നെ തുടർന്നും സന്തോഷകരമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി അവരുകൾ, അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കൂത്താട്ടോളം ക്ലബിലെ അംഗമാണെങ്കിലും ഞങ്ങളുടെ ക്ലബിലെ ഒരു അംഗത്തെ പോലെയാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ക്ലബിൽ ഞങ്ങൾ ഓരോ മെമ്പർമാർ ക്ലബിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ഈ വർഷം അദ്ദേഹം ടൗൺ ലയൺസ് ക്ലബിൽ വന്നിട്ടുണ്ട് ഞങ്ങളോടൊപ്പം ഒത്തുകൂടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങളെ കരുതുകയും ഞങ്ങളെ ക്ലബിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എത്രയും പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ രാജൻ എൻ നമ്പൂതിരി അവരുടെ 20ാം വിവാഹ വാർഷികമാണ്. അദ്ദേഹത്തിന് ഈ സുന്ദരസുദിനത്തിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ ക്യാബിനറ്റ് സെക്രട്ടറി
ജോർജ് സാജു, അതുപോലെ സെക്കൻഡ് എ ഡി ജി ജയേഷ് സാർ എത്തിയിട്ടുണ്ട്. അവരെയും സ്വാഗതം ചെയ്യുന്നു. അവൾ രാജൻ നമ്പൂതിരി അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ലാൻഡ് എ വി വാമനമാർ അവരാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ഈ ജന്മദിനത്തിൽ അദ്ദേഹത്തിനോടൊപ്പം എത്തി അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ബീനാമോടൊപ്പം എത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഡിസ്ട്രിക്ട് ഗവർണറുടെ സഹോദരനുണ്ട്. അദ്ദേഹം കൂത്താടോളം ക്ലബിലെ മെമ്പറാണ്. അദ്ദേഹത്തിന് ശ്രീരാജാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി എത്തിയിട്ടുണ്ട്. അവരുടെ 20ാം വിവാഹ വാർഷികമാണ്. അവർക്കും എല്ലാവിധ വാർഷിക മംഗളങ്ങളും നേരുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും ഉണ്ട്. അവരെല്ലാം ക്ലബ് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ പോകുന്നു. ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളോടുകൂടി സഹകരിച്ച എല്ലാ അംഗങ്ങളെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുഖ്യപ്രഭാഷണത്തിനായി ലയൺ അഡ്വക്കേറ്റ് എ വി വാമൻകുമാർ PMJF ഗാർഡ് ഏരിയ ലീഡർ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആരാധനായ വണ്ണപ്പുറം ടൗൺ ലയൺസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അനുസാർ, ബഹുമാനനായ ഡിസ്ട്രിക്ട് ഗവർണർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ലയൺ രാജൻ നമ്പൂതിരി ചിത്ര, ഈ സായാഹ്നത്തിൻ്റെ മുഖ്യ ആകർഷണമായ പ്രിയപ്പെട്ട ബെന്നി അഥവാ കുര്യാക്കോസ്, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി, വേദിയിലിരിക്കുന്ന ലയൺസ് ക്ലബിൻ്റെ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് ലയൺ VS ജയേഷ്, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ ജോർജ് സാജു, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ സിമി ഫ്രാൻസിസ്, പ്രിയപ്പെട്ട ശ്രീ ഹണി സർ, എൻ്റെ ആരാധനായ ഗുരുനാഥനും പ്രിയപ്പെട്ട ജ്യേഷ്ഠസ്വരമായ ജിമ്മിച്ചേട്ടൻ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ രാജൻ്റെ 20ാമത്തെ വിവാഹ വാർഷികമാണെന്ന് ഷിൻസും അബുസാറും മാസ്റ്റർ ഓഫ് സെറിമണിയും അനൗൺസ് ചെയ്തു. ബെന്നിയുടെ 25ാമത്തെ സിൽവർ ജൂബിലി വിവാഹ വാർഷികം അനൗൺസ് ചെയ്തു. ഞാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ എത്രാമത്തെ ജന്മദിനാണെന്ന് പറയല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഏതായാലും അത് പറയാത്തൊരു പ്രത്യേക നന്ദി. കണ്ടവരെ 50 വയസ്സിൽ തോന്നുമെങ്കിലും ഇന്ന് 62ാമത്തെ ജന്മദിനമാണ്. ഏതായാലും എൻ്റെ ജന്മദിനമൊന്നും പലപ്പോഴും എവിടെയെങ്കിലും ചിലപ്പോൾ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ലയൺസിൻ്റെ വല്ല മീറ്റിങ്ങിലോ ആണ് എല്ലാം വർഷം ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ ലൈഫിലെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ സമ്മാനിച്ച ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബാണ് വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്. 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ ഏകദേശം 2 ആഴ്ച മുമ്പ് ഷിൻസും അബുസാറും കൂടി ബെന്നിയുടെ സിൽവർ ജൂബിലിയാണ് ബെന്നിച്ചേട്ടൻ്റെ എന്തായാലും വാമച്ചി വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും വരും, തീർച്ചയായിട്ടും വരും. കാരണം വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്ബായിട്ടുള്ള എൻ്റെ ബന്ധം നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അബുസാറും ഷിൻസൊക്കെ ക്ലബ്ബ് വല്ല പ്രതിസന്ധിയിൽ ഉണ്ടാകുമ്പോഴോ ക്ലബിന് ആവശ്യമുമ്പോഴോ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞത് നേരെ മറിച്ചാണ് പറയേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ലയണിസ്റ്റിക് ജീവിതത്തിലോ എൻ്റെ വ്യക്തിജീവിതത്തിലോ എനിക്ക് പ്രതിസന്ധികൾ എപ്പോൾ ഉണ്ടാകുന്നു അന്ന് എൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ക്ലബ്ബുകളിൽ ഒന്നാണ് വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ജിമ്മിച്ചേട്ടനെ പോലുള്ള ആൾക്കാരുള്ളിടത്തോളം കാലം അങ്ങനെ ആയിരിക്കും എന്നെനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടാണ് ഈ നന്ദി പറയേണ്ടത്. പക്ഷെ ഞാൻ ഈ മിനിയാമാണ് ഷിൻസിനോട് പറഞ്ഞത് മറ്റൊരു പ്രത്യേകത കൂടെ ഈ 15-ാം തീയതി ഉണ്ടെന്ന്. പക്ഷെ ഷിൻസ് പോയത് മനസ്സിലാക്കിയിട്ടില്ല. ഷിൻസ് വെച്ച് എന്താ പ്രത്യേകത ചോദിച്ചു. ഞാൻ ഒന്നുമില്ല, നിങ്ങൾ ക്ഷണിച്ച ഒരാളുടെ ജന്മദിനം കൂടിയാണെന്ന് പറഞ്ഞു. അതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതിൻ്റെ അല്ല, എനിക്കറിയാം. അപ്പം ഞാൻ ഷിൻസോട് എൻ്റെ ജന്മദിനം കൂടിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സത്യത്തിൽ ഷിൻസിന്ന് അറിയുന്നത് ഞാൻ എൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ 62 വർഷക്കാലത്തിനുള്ളിൽ ഹൃദയസ്പർശിയായി സ്നേഹിക്കുന്നവരെയും നല്ല ലയൺ സുഹൃത്തുക്കളുടെയും ഒരു കുടുംബത്തിൻ്റെയും ഇടയിൽ ഒരു ജന്മദിനം ഇങ്ങനെയെങ്കിലും ഞാൻ സാധാരണ ആഘോഷിക്കുന്ന ഒരാളല്ല, പക്ഷെ എങ്ങനെയെങ്കിലും ആഘോഷിക്കാൻ എനിക്ക് അസുലഭമായ ഒരവസരം ഉണ്ടാക്കി തന്ന വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ രാജനോടും ചിത്രയോടും ഒന്നും പറയണ്ട. കാരണം സ്ഥിരമായി ഞങ്ങൾ സംവദിക്കുകയും രാജൻ്റെ അടുത്ത കാലത്ത് ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 10 വർഷമായി രാജൻ്റെ വ്യക്തി ജീവിതത്തിലെയും കുടുംബജീവിതത്തിലെയും ഔദ്യോഗിക ജീവിതത്തിലെയും ഓരോ ഗതിവിഗതികളും അടുത്തറിയുന്ന ഒരാളെന്ന നിലയിൽ രാജനെയും ചിത്രയും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഓർമ്മിക്കുന്നില്ല. ബെന്നിയോടും മാഡത്തോടും പറഞ്ഞത് പലപ്പോഴും ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് എ സക്സസ്ഫുൾ മാരീഡ് ലൈഫ്?
ഒരു വിജയകരമായ കുടുംബജീവിതത്തിന്റെ രഹസ്യം എന്താണ്? പലർക്കും പല ഉത്തരങ്ങളുണ്ടാവും. പരസ്പരം മനസ്സിലാക്കലാണ്, പൊരുത്തപ്പെടലാണ്, സഹനശക്തിയാണ്, സ്നേഹമാണെന്ന് പറയും. പക്ഷെ ദർ ഈസ് ഓൺലി വൺ സ്മോൾ സീക്രട്ട്. ഒരു ചെറിയ സീക്രട്ടേ ഉള്ളൂ. സക്സസ്ഫുൾ ആയിട്ടുള്ള കുടുംബജീവിതത്തിന്റെ മാരീഡ് ലൈഫിന്റെ സീക്രട്ട് ഇത് മാത്രമാണ്: fall in love again and again and again and again with the same person. Simple. Fall in love with the same person again and again and again and again. ഒരേ വ്യക്തിയോട് തന്നെ വീണ്ടും 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 പ്രണയിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് ഒരു കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. ആ പ്രണയം തന്നെ ആവാം 25 വർഷം ബെന്നിക്കും മാഡത്തിനും ഇത്രയും സംയുക്തമായി അവരുടെ ജീവിതം മുന്നോട്ട് കഴിഞ്ഞത്. രാജൻ ചിത്രയ്ക്കും അതുപോലെ തന്നെ ശ്രീരാജനും ഷീജയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇത് ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു വലിപ്പം അല്ലെങ്കിൽ ഒരു മഹത്വം? ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളോ നമ്മളുടെ പദവികളോ നമ്മൾ ഓടിക്കുന്ന വാഹനങ്ങളോ നമ്മളുടെ പൊസിഷൻസോ അല്ല. ഒരിക്കൽ അമേരിക്കയിലെ വളരെ പ്രശസ്തനായ ഡിഫൻസ് സെക്രട്ടറിയെ ഒരു ചടങ്ങിന് ക്ഷണിച്ചു. അദ്ദേഹം ഡിഫൻസിന്റെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയാണ്. അദ്ദേഹം ഹോട്ടലിൽ പോയി അദ്ദേഹം ക്ഷണിക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി ഹാളിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പേപ്പർ കപ്പ് ഉണ്ടായിരുന്നു. ആ പേപ്പർ കപ്പുമായിട്ട് അദ്ദേഹം പ്രസംഗിക്കാൻ പോയിട്ട് പറഞ്ഞു, കഴിഞ്ഞ വർഷവും എന്നെ ഇതേ സ്ഥലത്ത് എന്നെ മുഖ്യ പ്രഭാഷകനായി ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഇതിന്റെ സംഘാടകർ എനിക്ക് തന്നത് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ആയിരുന്നു. ഇത്തവണ ഞാൻ യാത്ര ചെയ്തത് ഇക്കോണമി ക്ലാസ് ടിക്കറ്റിലാണ്. കഴിഞ്ഞ വർഷം എയർപോർട്ടിൽ എന്നെ സ്വീകരിക്കാൻ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള കാറുമായി ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ ഞാനൊരു ടാക്സി പിടിച്ചിട്ടാണ് ഹോട്ടലിലേക്ക് വന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ഹോട്ടലിലെത്തിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ ഹോട്ടലിന്റെ ജീവനക്കാരും സംഘാടകരും വന്നു. എന്റെ ബാഗ് അവർ പിടിച്ചു. ചെക്ക് ഇൻ കൗണ്ടറിൽ ഞാൻ നിന്നതേയില്ല. എന്റെ തിരിച്ചറിയൽ കാർഡ് പോലും അവർ വാങ്ങി എന്റെ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് തീർത്ത് എന്റെ ബാഗുമായി എന്റെ മുറിയിൽ വന്ന് എന്നെ ഇവിടെ ആക്കി. പരിപാടിക്ക് തൊട്ട് മുമ്പ് എന്നെ മുറിയിലേക്ക് വിളിച്ച് ഓർമ്മപ്പെടുത്തി. എന്റെ മുറിയിലേക്ക് വന്ന് എന്റെ ലാപ്ടോപ്പും പിടിച്ചുകൊണ്ട് ഒരാൾ മുന്നിൽ നടന്നു. എന്നെ കൂട്ടി അവർ സ്റ്റേജിന്റെ പിറകുവശത്തേക്ക് വന്നു. ഞാൻ ചോദിച്ചു, കോഫി ഉണ്ടോ എന്ന് ചോദിച്ചു. സർ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് നേരെ പോയി ഒരു സെറാമിക് കപ്പ്, മനോഹരമായ ഒരു സെറാമിക് കപ്പിൽ എനിക്ക് കോഫി തന്നു. അങ്ങനെ എന്റെ പരിപാടി കഴിഞ്ഞ് എന്നെ കൂട്ടി റൂം ചെക്കൗട്ട് ചെയ്ത് എന്നെ വീണ്ടും എയർപോർട്ടിൽ എത്തിച്ച് എന്നെ വിമാനം കയറ്റി വിടുന്നവരെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഇക്കോണമി ക്ലാസ് എന്ന സാധാരണ ക്ലാസ്സിലാണ് യാത്ര ചെയ്തത്. ഇന്ന് എന്നെ സ്വീകരിക്കാൻ ആരും എയർപോർട്ടിൽ വന്നില്ല. ഇന്ന് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ ഞാൻ തന്നെ ക്യൂ നിൽക്കേണ്ടി വന്നു. ഇന്ന് ഞാൻ തന്നെ നടന്നിട്ട് ഇതിന്റെ ബാക്ക് സ്റ്റേജിൽ വരേണ്ടി വന്നു. ഇന്ന് ഞാൻ കോഫി ചോദിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, സാറേ അവിടെ ഒരു കോഫി വെൻഡിങ് മെഷീൻ ഉണ്ട്, സാർ അവിടെ പോയി കോഫി എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ എടുത്ത കോഫിയാണ് ഈ പേപ്പർ കപ്പ്. എന്താണ് വ്യത്യാസം? കഴിഞ്ഞ വർഷം ഞാൻ ഡിഫൻസ് സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തു. അപ്പൊ നമുക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളൊക്കെ പലപ്പോഴും നമുക്കായിട്ട് ലഭിക്കുന്നതല്ല, നമ്മളുടെ പദവികൾക്കായി ലഭിക്കുന്നതാണ്. നമ്മൾ കൊട്ടിഘോഷിക്കുന്ന അംഗീകാരങ്ങളെല്ലാം പലപ്പോഴും നമ്മളുടെ ടൈറ്റിൽസിനും പൊസിഷൻസിനും കിട്ടിയതാണ്. സൈമൺ സീനിക് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഒരു പ്രഭാഷകൻ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം ന്യൂയോർക്കിൽ നിന്നും വാഷിംഗ്ടൺ DC എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം ന്യൂയോർക്ക് റെയിൽവേ സ്റ്റേഷനിൽ അമേരിക്കൻ എയർഫോഴ്സിന്റെ ഹെഡായിരുന്ന ഒരു മനുഷ്യൻ, ഒരു വർഷം മുമ്പ് അദ്ദേഹം അമേരിക്കൻ എയർഫോഴ്സിന്റെ തലവനായിരുന്നു. അദ്ദേഹം സൈമൺ സീനിക്കിനെ പോലെ ട്രോളി ബാഗും വലിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് അദ്ദേഹം ട്രെയിനിൽ കയറുന്ന കാഴ്ച അദ്ദേഹം കണ്ടു. ഒരു വർഷം മുമ്പ് പ്രൈവറ്റ് ജെറ്റിലായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ജീവിതത്തിൽ എവിടെ എത്തുമ്പോഴും, ചില പദവികളിൽ എത്തുമ്പോഴും, ചില ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തുമ്പോഴും പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എനിക്ക് ജീവിതത്തിൽ എല്ലാ കാലത്തും ഇത് കിട്ടുന്നു. അങ്ങനെ കിട്ടുന്നതല്ല. ഞാൻ 2000 വരുന്നു. അന്ന് ഞാൻ അറിഞ്ഞു, ഗവർണർ ആയതുകൊണ്ട് മാത്രമായിരിക്കാം എന്നോട് ഈ സ്നേഹം, അല്ലെങ്കിൽ എന്നോട് എന്ത് സ്നേഹം കാണിക്കണം? ഞാൻ ഗവർണർ സ്ഥാനം മാറിയാൽക്കും എന്നോട് അങ്ങനെ സ്നേഹം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിന്റെ ഇൻസ്റ്റലേഷൻ സെറിമണി ഞാൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ. എന്റെ പദവി വെച്ചിട്ടല്ല വണ്ണപ്പുറം ടൗൺ ലയൺസ് എന്നെ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസ് എത്തിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് നല്ല ബന്ധങ്ങളും ഒരുപാട് നല്ല സൗഹൃദങ്ങളും സമ്മാനിച്ച ഒരു ലയൺസ് ക്ലബ്ബാണ് വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്. സമീപ പ്രദേശത്തിലെ പല ലയൺസ് ക്ലബിലെയും മെമ്പർമാരെ, പ്രസിഡന്റുമാരെയും ഭാരവാഹികളൊക്കെ, വിനോദ് കണ്ണൂരിലേക്കുള്ള ആൾക്കാരെ ഞാനിവിടെ അനൂരിനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലാനിസത്തിന്റെ ഒരു സപ്ലൈൻ എന്ന് പറയുന്നത്, ലാനിസത്തിന്റെ ഒരു ഏറ്റവും വലിയ ഒരു മനോഹാരിത എന്ന് പറയുന്നത്, ഇതുപോലുള്ള നമ്മുടെ അസാന്നിധ്യത്തിൽ നമുക്ക് വേണ്ടി പോരാട്ടം നടത്താൻ, നമുക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറുള്ള
നല്ല കുറേ സുഹൃത്തുക്കളെ കിട്ടുന്ന ഒരു ഓർഗനൈസേഷനാണ്, ഒരു സംഘടനയാണ് ലാൻഡ്സ്കേപ്പ് ഇന്റർനാഷണൽ. അത് തന്നെ നേടാൻ മുന്നോട്ട് പോട്ടെ. ആ അതിന്റെ വഴിയിൽ വണ്ണപ്പുറം ടൗൺ ലാൻഡ്സ്കേപ്പ് ഏറെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് സേവനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഇനിയും കാലം അനസ്യൂതം, അനവരതം, അത്യന്തം, അശ്രാന്തം, അഭിരാമം, അവിഘ്നം തുടരാൻ വണ്ണപ്പുറം ടൗൺ ലാൻഡ്സ്കേപ്പ് എന്ന് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ബെന്നിച്ചേട്ടനും അദ്ദേഹത്തിന്റെ വൈഫിനും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളോടുകൂടി 25ാം വാർഷികം 50ഉം 75ഉം ഒക്കെ ആയി ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട എന്റെ അനുജൻ ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരിക്കും ചിത്രയ്ക്കും അവരുടെ ജീവിതത്തിന്റെ ഈ കഴിഞ്ഞ 20 വർഷങ്ങൾ ഇനിയും നേരത്തെ പറഞ്ഞതുപോലെ പരസ്പര ധാരണകളോടുകൂടി, തിരിച്ചറിവിലൂടെ, സ്നേഹത്തോടെ, സഹിഷ്ണുതയോടെ ഏറെക്കാലം അവർക്ക് ഒരുമിച്ച് മിഥുനങ്ങളെ പോലെ തന്നെ ഒരുമിച്ച് കഴിയാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീജാനും ഷിജിക്കും അതേപോലെ ജീവിതത്തിൽ മറ്റൊരു പ്രത്യേകത, നിങ്ങൾക്കറിയാം രാജന്റെ സഹോദരനാണ് ശ്രീജ. ഈ രണ്ടുപേരുടെയും വിവാഹം ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ചാണ് നടന്നത്. പലപ്പോഴും അത് അവരുടെ ശ്രീധരീയത്തിലെ നെല്ലിക്കാട്ട് വരെ എന്ന് പറയുന്ന ഇല്ലത്തിൽ വെച്ച് രണ്ടുപേരുടെയും കല്യാണം ഒരേ ദിവസം നടന്നില്ല. അപ്പൊ ആ രണ്ടുപേരും 20 വർഷം വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടെ കുടുംബസമയം ജീവിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും എല്ലാ സ്നേഹവും എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയും ഏറെക്കാലം മുന്നോട്ട് വരാൻ നമ്മൾ കഴിയണം. അങ്ങനെ ആവട്ടെ ഈ ആഘോഷം എന്ന് മാത്രം സൂചിച്ചുകൊണ്ട് എന്റെ ജന്മദിനത്തിന് ഹൃദയസ്പർശിയായ ഒരു സ്വീകരണത്തിന്റെ ഭാഗമാക്കാൻ എന്നെ തയ്യാറായ അബുസാറിനും ടോജോയ്ക്കും ഷിൻസിനും ജിമ്മിച്ചേട്ടനും അതുപോലുള്ള എല്ലാ മാത്യു സാറിനും അത് എങ്ങനെ ഇവിടെയുള്ള മണ്ണപ്പുറം ടൗണിലെ റാണയ്ക്കും അങ്ങനെ എല്ലാവർക്കും എന്റെ സ്നേഹം നൽകുന്നു. ഇനിയും മുന്നോട്ട് പോകാൻ വിളിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ സ്വീകരിക്കട്ടെ. ജയ് ഭാരത്, ജയ് ലാൻഡ് സാർ. ആശംസകൾ നേർന്നു സംസാരിക്കുന്നതിനായി ഫാദർ ജെറിൻ പുരയിടത്തിൽ, അസിസ്റ്റന്റ് വികാർ, സെന്റ് ആന്റണീസ് ചർച്ച്, ഞാറക്കാട്. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഞാനിവിടെ തൊട്ടടുത്ത് ഇടവക ഞാറക്കാട് പള്ളിയിലെ പ്രൊസസ്സനാണ്. അധികം ബന്ധങ്ങളില്ല, അധികം അടുപ്പങ്ങളില്ല. ഏതാനും ചില മുഖങ്ങൾ ഈ ദിവസങ്ങളായിട്ട് പരിചയപ്പെട്ടതാണ്. വളരെ പ്രത്യേകമായിട്ട് ഇന്ന് ഈ അവസരത്തിൽ ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലായിരിക്കാൻ സാധിച്ചതിനെ ഓർത്ത് സന്തോഷമുണ്ട്. ഇവിടെ ആയിരിക്കുമ്പോൾ ഒരുപാട് നന്ദിയുമുണ്ട്. ലയൺസ് ക്ലബ് ഒരുപാട് നന്മകളിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം ആളുകൾ, ഒരുപാട് സ്നേഹത്തിൻ്റെ കനലുകൾ ഇട്ടുകൊടുക്കുന്ന ഒരുപാട് വ്യക്തികൾ, തങ്ങൾക്ക് ഉള്ളതിൽ നിന്ന് കൊടുക്കുവാനായിട്ട് സന്മനസ് കാണിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങളുടെ ഇടവകയിൽ ഇന്ന് ഒരു വീടിന് താക്കോൽദാനം നാടൻ മുറിച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. 5 കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിന് ഇന്ന് വരെ സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അവർ സന്തോഷത്തിലാണ്. അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾക്ക് തണലാകുവാനായിട്ട് ഈ ലയൺസ് ക്ലബ് സാധിക്കുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നന്ദി. വളരെ പ്രത്യേകമായിട്ട് ഇന്നിവിടെ ആയിരിക്കുമ്പോൾ വേദിയിലിരിക്കുന്ന എല്ലാവരെയും അനുമോദിക്കുകയാണ്, അവർക്ക് ആശംസകൾ നേരുകയാണ്. ഇവരെ ആരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല. പ്രിയപ്പെട്ട ബെന്നിച്ചേട്ടൻ SAG 25 വർഷം ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ എളുപ്പമല്ല എന്ന് നമുക്കറിയാം. 2 കുടുംബങ്ങൾ, 2 വ്യക്തികൾ, 2 സ്വഭാവ രീതികൾ, 2 ചിന്താരീതികൾ, കാഴ്ചപ്പാടുകൾ, 2 കുടുംബങ്ങൾ, 2 സാഹചര്യങ്ങൾ, ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇവർ ഒന്നായിട്ട് മാറിയത് ഈ നീണ്ട 25 വർഷം കൊണ്ടാണ്. ഈ 25 വർഷം അവർ സന്തോഷത്തിലായിരുന്നു. അവരുടെ ദുഃഖങ്ങളുണ്ടായിരുന്നു, അവരുടെ ഇടയിൽ പ്രയാസങ്ങളുണ്ടായിരുന്നു, വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാകും.
ഈ സാഹചര്യങ്ങളെല്ലാം കൈവിട്ടു പോകാതെ ചേർത്ത് പിടിക്കുവാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം സാധിച്ചു. ഈ 25 വർഷം ഇന്ന് ആഘോഷിക്കുമ്പോൾ രണ്ടുപേർക്കും ഒത്തിരി സ്നേഹത്തോടെ വിവാഹത്തിന്റെ ജൂബിലി വർഷം 25 വർഷ ജൂബിലിയുടെ ആശംസകൾ സ്നേഹത്തോടെ നേരുകയാണ്. അതുപോലെ തന്നെ മറ്റ് വ്യക്തികള് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് 20 വർഷം പൂർത്തിയാകുന്നവര് ആ രണ്ട് കുടുംബങ്ങളെയും പൂർണ്ണമായിട്ട് ആശംസകൾ നേർന്ന് അഭിനന്ദിക്കുകയാണ്. ഈ 20 വർഷത്തോളം കാലം സന്തോഷത്തില് സമാധാനത്തില് മുൻപോട്ട് ചെയ്യുക നിങ്ങൾക്ക് സാധിച്ചു. നിങ്ങളിലൂടെ ഒരുപാട് കുടുംബങ്ങൾക്ക് അനുഗ്രഹങ്ങളുണ്ടായി. നിങ്ങളിലൂടെ ഒരുപാട് കുടുംബങ്ങൾക്ക് സന്തോഷത്തിന് കാരണമായിട്ട് മാറി. ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീര് മാറ്റിയെടുക്കുവാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകാം. ദൈവം തുടർന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന സാറിനും ഒത്തിരി സന്തോഷത്തോടെ ജന്മദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ ആയിരിക്കുവാൻ എനിക്ക് അനുവാദം നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്ബ് ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ ഒന്നാമത്തെ സ്വപ്നഭവനത്തിന്റെ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി ഫാദർ ജോൺസൺ പാലപ്പിള്ളിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള മറ്റ് ചടങ്ങുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേകത ഈ ചടങ്ങിൽ ഞാൻ കാണുന്നുണ്ട്. കാരണം നമ്മുടെ പ്രിയങ്കരനായ ഡ്യൂക്ക് കുര്യാക്കോസ് MP ഉൾപ്പെടെ റോയിച്ചേട്ടൻ ഉൾപ്പെടെ നിരവധി വിശിഷ്ട വ്യക്തികൾ സദസ്സിലും അതോടൊപ്പം തന്നെ 4 പേർ ദമ്പതികൾ സ്റ്റേജിലും ഇരിക്കുന്നു. ഇതൊരു വലിയ സന്ദേശമായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം വണ്ണപ്പുറം ലയൺസ് ക്ലബ് വിവാഹം എന്ന് പറയുന്ന, ഞങ്ങൾ അച്ഛന്മാരുടെ ഭാഷ പറഞ്ഞാൽ ആ കൂദാശയെ എത്രമാത്രം പവിത്രമായിട്ടാണ് കാണുന്നത് എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ കാണുന്നത്. ഞങ്ങൾ അച്ഛന്മാര് വിവാഹം കഴിപ്പിച്ച് കെട്ടിച്ചു വിടും. അതിനുശേഷം ഞാൻ ഓരോ കല്യാണം നടത്തുമ്പോഴേക്കും കുറിച്ച് വെക്കാറുണ്ട്. ഞാൻ ഇതുവരെ 142 കല്യാണങ്ങളാണ് അച്ഛനായപ്പോൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം അവരുടെ കുടുംബജീവിതം എങ്ങനെ പോകുന്നുണ്ടോ എന്നും ഞാനൊന്നും അന്വേഷിക്കാറില്ല. പക്ഷേ ലയൺസ് ക്ലബ് അവരുടെ വിവാഹ ജീവിതത്തിലെ നാഴികക്കല്ലൊക്കെ ഇങ്ങനെ ആഘോഷിക്കുവാനായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേകമാംവിധമുള്ള ഒരു തയ്യാറെടുപ്പ്, അതുപോലെ തന്നെ അത് ആഘോഷമായിട്ട് കൊണ്ടു നടക്കുന്നതാണ് ഒത്തിരി സന്തോഷമുണ്ട്. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ B.Ed പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കോളേജിന്റെ നോൺ ഇന്റർവെൽ സമയത്ത് ഇങ്ങനൊരു സംഭവം നടന്നു. അത് ഞങ്ങൾ 20 പെണ്ണുങ്ങളും 4 ആണുങ്ങളുമായിരുന്നു. എല്ലാവരും ഉച്ചയ്ക്ക് ഇങ്ങനെ നിശബ്ദമായിട്ട് ചോറിനോട്ടിരിക്കുന്ന അവസരത്തിൽ ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചു, എന്താ അച്ഛനെന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചു. അവിടെ കുടിക്കുന്ന എല്ലാവർക്കും അറിയാം, കത്തോലിക്ക സഭയിലെ അച്ഛന്മാരെ കല്യാണം കഴിക്കില്ല എന്നറിയാം. എന്നിരുന്നാലും കുസൃതിയായ പെൺകുട്ടി എന്നെ ഒന്ന് ഉത്തരം മുട്ടിക്കാനായിട്ടാണ് ആ ചോദ്യം ചോദിച്ചതുകൊണ്ട് എല്ലാവരും നിശബ്ദമായിട്ടിരുന്നു. ഞാൻ ഉത്തരവൊന്നും പറഞ്ഞില്ല. ഞാനൊരു ചോക്കുമായിട്ട് ബോർഡിലേക്ക് പോയി വൈഫ് എന്ന് എഴുതിയിട്ടു. ആദ്യം W, അതിനിടയിൽ I, പിന്നെ FE. അതിനുശേഷം അതൊന്ന് പൂർത്തീകരിച്ചു. വൈഫ് എന്ന് പറഞ്ഞാൽ വറീസ് ഇൻവൈറ്റഡ് ഫോർ എവർ. ജീവിതത്തിൽ നിത്യകാലത്തേക്ക് നാം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ക്ഷണിക്കുന്ന ഒരു ദുരന്തമാണ് ഭാര്യ. അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത് എന്ന് ഉരുളക്കുപ്പേരി പോലെ ഒരു മറുപടി കൊടുത്തതിന്റെ ആശ്വാസത്തിൽ ഞാൻ തിരിച്ച് സീറ്റിലിരിക്കുമ്പോൾ വേറൊരു പെൺകുട്ടി ആ വറീസ് എന്നുള്ളത് മാറ്റിയിട്ട് വണ്ടേഴ്സ് എന്നാക്കി. വൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടേഴ്സ് ഇൻവൈറ്റഡ് ഫോർ എവർ. വാമൻ പാർ സാർ പറഞ്ഞപ്പോഴേക്കും ഫാൾ ഇൻ ലവ് എഗെയിൻ ആൻഡ് എഗെയിൻ എന്നുള്ളതാവണം കുടുംബജീവിതത്തിന്റെ ദീർഘായുസിലുള്ള സൂത്രവാക്യം എന്ന് പറഞ്ഞതിനോട് ഞാൻ ചേർത്ത് വെക്കുകയാണ്. വൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടേഴ്സ് ഇൻവൈറ്റഡ് ഫോർ എവർ. നിങ്ങളുടെയൊക്കെ വിവാഹ ജീവിതത്തിന്റെ വിജയ രഹസ്യവും ഇത് തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഓരോ പുഞ്ചിരിയിലും ഓരോ എടുപ്പിലും ഓരോ നടപ്പിലും ഓരോ നോട്ടത്തിലും ഓരോ പെരുമാറ്റത്തിലും അത്ഭുതങ്ങൾ നിറച്ചുകൊണ്ട് ഇനിയും നിങ്ങളുടെ ഈ വിവാഹ ജീവിതം മുമ്പോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട്
ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ആഘോഷ പരിപാടികളുമായിട്ട് കുടുംബജീവിതത്തോടൊപ്പം സമൂഹത്തെയും ഉത്തേജിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വണ്ണപ്പുറം ലയൺസ് ക്ലബിന്റെ എല്ലാ ഭാരവാഹികൾക്കും അഭിനന്ദനം നേരുകയാണ്. കാരണം ഇടുക്കി ജില്ലയിലെ രണ്ടാമത്തെ പട്ടണങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ് ഈ വണ്ണപ്പുറം എന്ന് പറയാം. ഈ വണ്ണപ്പുറത്തിന്റെ സൃഷ്ടിക്ക് പിന്നിലും ലയൺസ് ക്ലബിന്റെ ഒരു ശക്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ വണ്ണപ്പുറം നിൽക്കുമ്പോൾ പേഴ്സണലായിട്ട് എനിക്കൊരു നഷ്ടബോധമുണ്ട്. കാരണം 20 വർഷങ്ങൾക്ക് മുമ്പ് സാന്റ് ജോസ് CMI പബ്ലിക് സ്കൂൾ തുടങ്ങുവാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ വണ്ണപ്പുറം ടൗണിലാണ് ആ സാന്റ് ജോസ് CMI പബ്ലിക് സ്കൂൾ ഉണ്ടാകേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും പക്ഷെ നിർഭാഗ്യവശാൽ ഒറ്റ രാത്രി കൊണ്ട് ആ തീരുമാനം മാറ്റേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സാന്റ് ജോസ് സ്കൂളിൽ 1100 കുട്ടികളാണുള്ളത്. ഇപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ 2500 കുട്ടികൾ ഉണ്ടായേനെ എന്നുള്ള ഒരു ചെറിയ നഷ്ടബോധം ഞങ്ങൾക്കുണ്ട്. എന്നിരുന്നാൽ പോലും വണ്ണപ്പുറം ലയൺസ് ക്ലബിന്റെ സജീവരായ നേതാക്കന്മാര് വണ്ണപ്പുറം പട്ടണത്തിന് നല്ല ഒരു മാനുഷികതയുടെ മുഖം കൊടുക്കുന്നുണ്ട്, ആഘോഷത്തിന് മുഖം കൊടുക്കുന്നുണ്ട്, ജീവൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ണപ്പുറം ലയൺസ് ക്ലബിലെ എല്ലാ ഭാരവാഹികൾക്കും അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല സന്ധ്യ ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നമ്മുടെ ആകർഷകമായ ഈ ചടങ്ങിലെ വിശിഷ്ട അതിഥികളായി എത്തിയിരിക്കുന്നവരെ ആദരിക്കുന്ന ചടങ്ങാണ് തുടർന്ന് നടക്കുന്നത്. ഈ ചടങ്ങ് ഭാഗമാക്കുന്നതിനെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, റോയ് കെ പൗലോസ് അവർകൾ, ജിമ്മിച്ചേട്ടൻ, ലയൺ BS ജയേഷ് ഏവരെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ വിശിഷ്ടാതിഥികളായ ലയൺ PK കുര്യാക്കോസ്, ലേസി കുര്യാക്കോസ്, ലയൺ രാജൻ നമ്പൂതിരി, ചിത്ര രാജൻ നമ്പൂതിരി, ലയൺ ശ്രീരാജ് ആൻഡ് ശ്രുതി ദമ്പതികൾ, അഡ്വക്കേറ്റ് വാമൻകുമാർ സർ ആൻഡ് ബീന വാമൻകുമാർ, ഈ വിശിഷ്ട അതിഥികളെ ആദരിക്കുകയാണ്. ആദ്യമായി ആദരവ് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ഇന്നത്തെ സൂപ്പർ താരങ്ങളായ അല്ലെങ്കിൽ ഇന്നത്തെ ചടങ്ങിന്റെ മുഖ്യ ആകർഷകങ്ങളായ ലയൺ PK കുര്യാക്കോസ് ആൻഡ് ലേസി കുര്യാക്കോസ്. Then our next guest, Lion Rajan Nambudiri and Chitra Rajan Nambudiri. നമ്മുടെ പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരിക്ക് ഡിസ്ട്രിക്ട് ഭാരവാഹികളായ മുഴുവൻ ഡിസ്ട്രിക്ട് ഭാരവാഹികൾ ചേർന്ന് ആരമാലയിട്ട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. CP ഫ്രാൻസിസ് ലയൺ ജോർജ് സാജു, സാംസസാല, KJV വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിന്റെ അഭിമാനമായ ശ്രീ PK കുര്യാക്കോസിന് വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ് മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് മാലയിട്ട് സ്വീകരിക്കുവാൻ വേദിയിലേക്ക് കടന്നു വരണം. എല്ലാ മെമ്പേഴ്സും കടന്നു വരണം. സമയം അതിക്രമിക്കുന്നു. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിന്റെ മെമ്പേഴ്സ് എല്ലാവരും കടന്നു വരണം. ശ്രീ ബിജു കുമ്പയ്ക്കൻ എല്ലാവരും ഒന്ന് വന്നേ, പെട്ടെന്നാകട്ടെ. നല്ല കാര്യം. നമ്മുടെ പ്രിയപ്പെട്ട വാമൻജിക്ക് മാലയിട്ട് സ്വീകരിക്കുവാനായി സമീപ പ്രദേശത്ത് വന്ന ക്ലബിലെ PSTമാരും ഭാരവാഹികളും എല്ലാവരും കടന്നു വരണം. പെട്ടെന്ന് റെഡിയാകണം, സമയം അതിക്രമിക്കുന്നു.
നമ്മുടെ പ്രിയപ്പെട്ട ലയൻ ശ്രീരാജന് മാലയിട്ട് സ്വീകരിക്കുവാൻ കൂത്താട്ടോളം ക്ലബിൽ നിന്നും തൊടുപുഴ മെട്രോ നമ്മുടെ RC ജെയ്സ് PSD എല്ലാവരും കടന്നു വരിക. ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റിൽ ഇത്രയുള്ളൂ കയ്യടിയൊക്കെ. ഇതാണോ സപ്പോർട്ട്? എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചെങ്കിൽ ഈ വേദിയിൽ നടക്കുന്നത് പറയുമ്പോൾ 20 വർഷം സിൽവർ ജൂബിലി എന്നൊക്കെ പറഞ്ഞ് ഇത്രയും എന്താ പറയാ നീണ്ട വർഷങ്ങൾ അവരൊത്തൊരുമിച്ച് ജീവിച്ചതിന്റെ ഒരു സന്തോഷ നിമിഷമാണ്. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ഇത്രയും സപ്പോർട്ട് പോരാട്ടോ. ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കൈയടിച്ച എല്ലാവരും. ഇതാണോ ലയണിന്റെ പവർ? ഇതാണോ? അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നത് ലയൻ ശ്രീരാജ് ആൻഡ് ശ്രുതി ദമ്പതികളാണ്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ലയൺ അഡ്വക്കേറ്റ് വാമൻ കുമാർ സാറാണ്. വാമൻ കുമാർ സാറിനെ ഹാരമണിയിക്കുന്നതിനായി ക്ലബ്ബ് ഭാരവാഹികൾ എത്തിച്ചേരുന്നു. വാമൻ കുമാർ സാറിന്റെ 62ാം ജന്മദിനമാണ് ഇന്നെന്നാണ് അറിയുന്നത്. അപ്പൊ സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഈ അവസരത്തിൽ നേരുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ പ്രിയ ആകർഷകങ്ങളായ ദമ്പതികൾ ലയൺ PK കുര്യാക്കോസ് ആൻഡ് ലേസി കുര്യാക്കോസ്, ലയൺ രാജൻ നമ്പൂതിരി ആൻഡ് ചിത്ര രാജൻ നമ്പൂതിരി, ലയൺ ശ്രീരാജ് ആൻഡ് ശ്രുതി, എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഈ അവസരത്തിൽ നേരുന്നു. ഇന്നത്തെ ഈ ചടങ്ങിന്റെ മുഖ്യ ആകർഷകങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു. ലൈറ്റിംഗ് ദ ലാമ്പ് ആണ്, ലൈറ്റിംഗ് ദ ലാമ്പ് സെറിമണിയാണ്. അപ്പൊ അതിനുവേണ്ടി ആദ്യം സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ലയൺ ശ്രീ രാജൻ നമ്പൂതിരി സർ ആൻഡ് ഹിസ് വൈഫ് ചിത്ര രാജൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത്രയും നല്ലൊരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന് ഇങ്ങനെ റെസ്പോൺസ് ഒന്നും ഇല്ലേ? തണുത്തിരിക്കുകയാണോ? AC ഇച്ചിരി കൂടുതലാണോ? കുറയ്ക്കാൻ പറയട്ടെ. ഇച്ചിരി ചൂടാണെങ്കിൽ കുറച്ചുകൂടെ നല്ല റെസ്പോൺസ് വരും തോന്നുന്നുണ്ട്. അപ്പൊ രാജൻ നമ്പൂതിരി സാറിനെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി ചിത്ര രാജൻ മാമിനെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരുമിച്ച് ഈ ഒരു തിരി ഇരുപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ ആ ഒരു സ്നേഹം എന്താ പറയുക, തുടർന്നും അങ്ങോട്ട് വർഷങ്ങൾ ഇനിയും തുടരട്ടെ ദൈവാനുഗ്രഹത്തോടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അടുത്തതായിട്ട് ലയൺ PK കുര്യാക്കോസ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു തിരി തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നിയെയും സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം മാം. PK കുര്യാക്കോസ് സർ ആൻഡ് ലൈസി കുര്യാക്കോസ് മാം രണ്ടുപേരും ഒരുമിച്ച് സിൽവർ ജൂബിലി അല്ലേ, സിൽവർ ജൂബിലിയുടെ ഈ ഒരു ദിവസം നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞു മനസ്സുള്ള കുട്ടി ലയൺ അഡ്വക്കേറ്റ് AV വാമനകുമാർ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ മെഴുകുതിരി തെളിയിച്ച് ഈ ഒരു വിളക്ക് നമ്മള് അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയെയും സ്വാഗതം ചെയ്യുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഈ ഒരു തിരി ഇവിടെ തെളിയിക്കുകയാണ്. അടുത്തതായിട്ട് ലയൺ ശ്രീരാജ് ആൻഡ് ഹിസ് വൈഫ് സ്വാഗതം ചെയ്യുകയാണ്. ഒരുമിച്ച് ഈ തിരി തെളിയിച്ചുകൊണ്ട് ഈ സ്നേഹം എന്നും നിലനിർത്തിക്കൊണ്ടു പോകാൻ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഈ ഒരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഭയങ്കര ഒരു എന്താ പറയാ സ്പെഷ്യലാണ് അല്ലേ. വധുവരന്മാരെ പോലെ മാലയൊക്കെ ഇട്ട് നിൽക്കുമ്പോ എന്ത് തോന്നുന്നു? വീണ്ടും ഒരു മൈക്ക് കൊടുക്കുവോ? അവരെന്തേലും ഒന്ന് സംസാരിക്കട്ടെ അല്ലേ, ആ ഒരു എനർജി ഞങ്ങൾക്ക് കിട്ടണ്ടേ. ഇവിടെ നമ്മുടെ വധുവരന്മാർക്ക് ഒരു മൈക്ക് കൊടുക്കുവോ? അവസാനമുണ്ട്. ഇപ്പൊ വേണ്ട. ഇപ്പൊ ആ ഒരു എന്താ പറയാ ഒരു ഇപ്പൊ രോമാഞ്ചം ഭയങ്കരമായിട്ട് നിന്ന് വന്ന് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പി. എല്ലാരും ഒന്ന് ചിരിച്ചോണ്ട് ഒന്ന് ഹാപ്പിയാന്ന് പറഞ്ഞേ. ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന കുട്ടിക്കും പറയാട്ടോ ഹാപ്പി. യെസ്. അടുത്തതായിട്ട് കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് നമ്മൾ പോവാണ്. ഇപ്പോ ഐശ്വര്യത്തിന്റെ ദീപം തെളിയിച്ചു. ഇനി കേക്ക് കട്ടിംഗ് സെറമണിയാണ്. നല്ല മധുരം കഴിച്ച് വീണ്ടും ഈ ജീവിതത്തിന്റെ മധുരം നുകർന്നുകൊണ്ട് അവര് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കേക്ക് കട്ടിങ്ങിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ലയൺ രാജൻ നമ്പൂതിരി സർ ആൻഡ് ഹിസ് വൈഫ് ചിത്ര രാജൻ മാമിനെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യത്തെ ദമ്പതികൾ 20 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷമാണ് നടക്കുന്നത്. അവരുടെ ആഘോഷത്തെ നമുക്ക് എല്ലാവർക്കും സ്റ്റേജിൽ കയറി വന്ന് പങ്കുചേരാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? നന്നായിട്ട് കൈയൊക്കെ അടിച്ച് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. കൈയടിക്കോ എല്ലാരും ഒന്ന്? അടുത്തതായിട്ട് ലയൺ PK കുര്യാക്കോസ് സർ ആൻഡ് ലൈസി കുര്യാക്കോസ് മാമിനെ സ്വാഗതം ചെയ്യുകയാണ് കേക്ക് കട്ടിംഗ് സെറമണിക്കായിട്ട്. സ്വാഗതം ചെയ്യുമ്പോൾ നന്നായിട്ട് കൈയടിക്കണം, അല്ലെങ്കിൽ ഞാൻ മൈക്ക് കൊണ്ട് ഇറങ്ങി വരും. അതിനെക്കാട്ടും നന്നത് നന്നായിട്ട് കൈയടിക്കണമാണ്. അവര് മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കേക്കിന്റെ മധുരം നുകർന്ന് വീണ്ടും ഈ ഒരു സിൽവർ ജൂബിലി സെലിബ്രേഷന്റെ ദിവസത്തിന്റെ ആ ഒരു പവറോട് കൂടി മുന്നോട്ട് പോവാണ്. ഓക്കെ, താങ്ക് യു സർ. സോ അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാം ലയൺ അഡ്വക്കേറ്റ് AV വാമനകുമാർ സർ ആൻഡ് ഹിസ് വൈഫ്. കേക്ക് കട്ടിംഗ് സെറമണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്ന് ബർത്ത്ഡേയുമാണ്, ഒപ്പം തന്നെ ഈ ഒരു വെഡിങ് ആനിവേഴ്സറി വേദിയിൽ അവര് ഈ ഒരു സന്തോഷം പങ്കുവെക്കുന്നു.
ഞാൻ ശ്രുതി ശ്രീരാജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേക്ക് കട്ടിംഗ് അവരും അവരുടെ ജീവിതത്തിൽ ഈ നിമിഷം മധുരം നുകർന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഒരുമിച്ച് സ്നേഹത്തോടെ എന്ന ആ ഒരു എന്താ പറയുക വാക്കിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവര് മുന്നോട്ട് പോകുന്നു. ഇന്ന് ഇത്രയും ഒരു എന്താ പറയാ മനോഹരമായിട്ടുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള ഈ ഒരു നിമിഷം നമ്മൾ എല്ലാവരും ഉണ്ട്. ലയൺസിന്റെ വേദിയിലാണ് ഈ ഒരു ആഘോഷം ഇവിടെ നടക്കുന്നത്. സോ സിൽവർ ജൂബിലി, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ സെലിബ്രേഷൻ, അപ്പൊ ഇതെല്ലാം ആഘോഷങ്ങളാണ് അല്ലേ? ഈ ആഘോഷത്തിന് നമുക്ക് നമ്മുടെ ലയൺസ് പവർ കാണിക്കണം. സോ അടുത്തതായിട്ട് നമ്മുടെ വണ്ണപ്പുറം ലയൺസ് ക്ലബ്ബ് നമ്മുടെ എന്താ പറയാ ഇന്ന് ഈ ആഘോഷത്തില് ഇവിടെ വധുവരന്മാർക്ക് മാലയൊക്കെ ഇട്ട് അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ ഒരു സ്നേഹോപഹാരം നൽകുന്ന ഒരു മൊമെന്റ് ആണ്. സോ ആദ്യമായിട്ട് ലയൺ രാജൻ നമ്പൂതിരി സർ ആൻഡ് ഹിസ് വൈഫ് അവർക്ക് നമ്മുടെ വണ്ണപ്പുറം ലയൺസ് ക്ലബിന്റെ ഈ ഒരു സ്നേഹോപഹാരം ഇവിടെ നൽകുകയാണ്. നല്ലൊരു കയ്യടി. നമ്മുടെ സ്നേഹോപഹാരമാണ് നൽകുന്നത് വണ്ണപ്പുറത്തിന്റെ. എവിടെ ലയൺസിന് ഇത്രയും പവർ അല്ല കേട്ടോ ഉള്ളത്. സോ അടുത്തതായിട്ട് PK കുര്യാക്കോസ് സർ ആൻഡ് ഹിസ് വൈഫ് അവർക്ക് നമ്മുടെ ഈ ഒരു സിൽവർ ജൂബിലി ദിനത്തിനുള്ള ഈ ഒരു സ്നേഹോപഹാരം വണ്ണപ്പുറം ലയൺസിന്റെ പേരിൽ നമ്മൾ ഇവിടെ അവർക്ക് നൽകുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ സ്നേഹോപഹാരം അഡ്വക്കേറ്റ് AV വാമനകുമാർ സാറിനും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിക്കുമായിട്ട് നമ്മളുടെ വണ്ണപ്പുറം ലയൺസിന്റെ സ്നേഹോപഹാരം നമ്മൾ നൽകുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ സ്നേഹോപഹാരം നൽകുന്നത് ശ്രീരാജ് ആൻഡ് ഹിസ് വൈഫ് ശ്രുതി. അവർക്ക് രണ്ടുപേർക്കുമായിട്ട് നമ്മുടെ വണ്ണപ്പുറം ലയൺസിന്റെ സ്നേഹോപഹാരം നമ്മൾ നൽകുകയാണ്. സോ അടുത്തതായിട്ട് കോയിക്കൽ പൗലോസ് സാറിന് നമ്മുടെ ഈ ഒരു സ്നേഹോപഹാരം നമ്മൾ നൽകുകയാണ്. അടുത്തതായിട്ട് വേദിയിലേക്ക് നമ്മുടെ ഡിസ്ട്രിക്ട് ഭാരവാഹികളെ ക്ഷണിക്കുകയാണ്. നമ്മൾ ഇവർക്ക് ആദരവ് നൽകാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് നമ്മുടെ ലയൺസിന്റെ ഡിസ്ട്രിക്ട് ഭാരവാഹികളെ എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കയ്യടിയോട് കൂടി അവരുടെ വക സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി അതെ പൊന്നാടയിൽ കുതിരുന്ന നമ്മുടെ സ്നേഹോപഹാരം നമ്മളിവിടെ നൽകുന്നു. Thank you so much. ലയൺസിന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ പൊന്നാട ഇപ്പോൾ നമ്മുടെ ഓരോ ഹോണറബിൾ
മെമ്പേഴ്സ് നമ്മുടെ ഓരോ കപ്പിൾസിനായിട്ട് ഇവിടെ അണിയിച്ചുകൊണ്ടിരിക്കുകയാണ്. Thank you so much. So thank you so much. Thank you. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ഹോണർ ചെയ്യാൻ പോകുന്നത് SSLC എക്സാമിനേഷന് ഫുൾ A+ എന്ന ആ ഒരു എന്താ പറയുക, ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് നേടിയ ആ ഒരു സന്തോഷം നമ്മുടെ ലയൻസിന്റെ പേരിൽ നമ്മൾ ഇന്ന് ഇവിടെ ആദരിക്കാൻ പോവുകയാണ്. സോ ഐ വെൽക്കം ആൻ മേരി ബിനു. ഈ ഒരു അംഗീകാരം ഇവിടെ നമ്മുടെ ആൻമേരിക്ക് നൽകുന്നത് MP ഡീൻ കുര്യാക്കോസ് സാറാണ്. സർ പ്ലീസ്. നല്ലൊരു കയ്യടി. ഫുൾ A+ന്റെ പവറാണ് നിൽക്കുന്നത്. ഇനിയും ഉയരങ്ങൾ കരസ്ഥമാക്കാൻ പ്രിയപ്പെട്ട ആൻമേരിക്ക് സാധിക്കട്ടെ എന്ന്. കൺഗ്രാറ്റുലേഷൻ ആൻമേരി. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് ഇന്നിവിടെ സിൽവർ ജൂബിലി ഉണ്ട്, വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്, ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ഒപ്പം ഹാൻഡ് ഓവർ സെറിമണി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല യെല്ലോ കളറിലാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഐശ്വര്യത്തിന്റെ ഒരു പുതിയ തുടക്കമാണ് അല്ലേ? അപ്പം ഐശ്വര്യപൂർണമായിട്ട് ആ കീ ഹാൻഡ് ഓവർ ചെയ്യാൻ നമ്മുടെ ബഹുമാനപ്പെട്ട MP ഡീൻ കുര്യാക്കോസ് സർ ഇവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം. താക്കോൽ സ്വീകരിക്കുന്നതിനായി ശ്രീമതി ജോളി കെ തോമസ് ആൻഡ് രാജി ജോളി ദമ്പതികളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജോളി കെ തോമസ്, രാജി മാമിനെ സ്വാഗതം ചെയ്യുകയാണ്. രണ്ടുപേരെയും വിത്ത് ഫുൾ ഫാമിലി, കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ട് ഈ ഒരു ചടങ്ങിന്, ഈ ഒരു താക്കോൽ വാങ്ങിക്കാനായിട്ട്. യെസ്, എപ്പോഴും ഒരു പുതിയ ന്യൂ ബിഗിനിങ് ആണല്ലേ? നമ്മുടെ ക്ലബ്ബ് ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ ഒന്നാമത്തെ സ്വപ്ന ഭവനത്തിന്റെ അവകാശികളാണ് രാജിയും ജോളിയും. Congratulations both of you. രാജി ആൻഡ് ജോളി. ക്ലബിന്റെ ഒന്നാമത്തെ സ്വപ്ന ഭവനം അങ്ങനെ നമ്മൾ ഈ ഒരു സന്തുഷ്ട കുടുംബത്തിന് കൈമാറുകയാണ്. അതിന്റെ താക്കോൽ കൈമാറുന്ന ഈ ഒരു നിമിഷം വളരെ അഭിമാനപൂർവമാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും, ഇതിനു വേണ്ടി പ്രയത്നിച്ച നമ്മുടെ ലയൻസ് എല്ലാവർക്കും വൺസ് അഗെയിൻ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ലാൽജി നമ്പൂതിരി സർ ഈ വീടിന്റെ റിബൺ കട്ടിംഗ് സെറമണി നിർവഹിച്ചതാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ബാക്കി നടക്കേണ്ട കീ ഹാൻഡ് ഓവർ ആണ് ഇപ്പോൾ ഈ വേദിയിൽ നടത്തപ്പെട്ടത് എന്നുകൂടി ഈ വേദിയിൽ അറിയിക്കുകയാണ്. സോ ഇന്ന് ഈ ഒരു നിമിഷം നമ്മുടെ ബഹുമാനപ്പെട്ട MP ഡീൻ കുര്യാക്കോസ് സർ നമ്മളോട് 2 വാക്ക് സംസാരിക്കുകയാണ്.
ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വളരെ വ്യത്യസ്തമായ എന്നാൽ ഏറെ ആകർഷണീയമായ ഒരു ചടങ്ങിനാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ണപ്പുറം ലയൺസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റെക്കോർഡ് സൃഷ്ടിക്കൽ കൂടിയാണ് എന്നെനിക്ക് തോന്നുന്നു. ഒട്ടേറെ ലയൺസ് ക്ലബിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ വിവാഹ വാർഷികം, സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികളുടെ ആ മധുരതരമായ ഓർമ്മകൾ ഈ വിധത്തിൽ ഇവിടെ ആഘോഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരുപക്ഷെ ഇതുപോലെ വിവാഹ വാർഷികം ഇവർക്കല്ലാതെ വേറെ ഒരാൾക്കും ഇങ്ങനെ ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നായിരിക്കണം എന്നാണ്. കാരണം ഇതുപോലെ ഒരു വേദി സദസ്സിൽ നല്ല നിലയിൽ എത്രയോ മാലകളാണ് അവരെ അണിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മധുരതരമായ ഓർമ്മകൾ ഒരിക്കൽ കൂടി ഇവിടെ അയവിറക്കപ്പെടുമ്പോൾ 25ാമത് വാർഷികത്തിൻ്റെ ആശംസകൾ ഞാൻ ഈ അവസരത്തിൽ പ്രിയപ്പെട്ട ദമ്പതികൾക്ക് ശ്രീ പി കെ കുര്യാക്കോസ്, അതുപോലെ ഡിസ്ട്രിക്ട് ഗവർണർ കൂടിയായിട്ടുള്ള രാജൻ എൻ നമ്പൂതിരി, അതുപോലെ ശ്രീരാജ് അഡ്വക്കേറ്റ് എ വി വാമനകുമാർ സാറ് സത്യത്തിൽ ലയൺസ് ക്ലബിലെ കേരളത്തിലെ ഏറ്റവും സുപരിചിതമായ മുഖം. എല്ലായിടങ്ങളിലും മോട്ടിവേഷണൽ സ്പീക്കറായി ഒക്കെ തന്നെ പോവുകയും മാത്രവുമല്ല കേരളത്തിൻ്റെ പൊതുവേദികളിൽ ഏറ്റവും കൂടുതൽ പരിചിതമായ മുഖമാണ് അദ്ദേഹത്തിൻ്റെത്. ഈ വണ്ണപ്പുറത്ത് തന്നെ ധാരാളം പ്രാവശ്യം അദ്ദേഹം വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഈ വിധത്തിൽ ഇത് ആഘോഷിക്കപ്പെടുന്നു. അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. സർവോപരി വണ്ണപ്പുറം ലയൺസ് 2 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതി അത് ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 വീടുകൾ ആണ് ഇവിടെ ലയൺസ് ക്ലബ്ബ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ 2 എണ്ണം ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ ആവേശത്തോടു കൂടി കാണാൻ കഴിയുന്നു. എല്ലാവിധ ആശംസകളും വണ്ണപ്പുറം ലയൺസിന് നേരുകയാണ്. ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെയായി മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റ് ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം രേഖപ്പെടുത്തട്ടെ. വണ്ണപ്പുറം ലയൺസ് ക്ലബിൻ്റെ ഒരുപാട് വേദികൾ പല പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ മാതൃകാപരമാകുന്ന കാര്യങ്ങൾക്കൊക്കെ ഇനിയും വേദിയൊരുക്കപ്പെടട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ അബു ഇബ്രഹാം, അതുപോലെ ശ്രീ ഷിം സെബാസ്റ്റ്യൻ, അതുപോലെ പ്രിയപ്പെട്ട ഇമി ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ജയ്. അടുത്തതായി ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി തൊടുപുഴ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ശ്രീ റോയ് കെ പൗലോസ് അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. റോയ് ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ വേദിയിൽ ഓർമ്മിക്കപ്പെടേണ്ട പ്രത്യേക ഒരു കാര്യം, വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്ബ് ഈ വർഷം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ 7 സ്വപ്ന ഭവനങ്ങളിൽ 3 ഭവനങ്ങളുടെ സ്ഥലം നമ്മുടെ റോയ് ചേട്ടൻ സൗജന്യമായി നൽകിയതാണ് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ പ്രത്യേകം അദ്ദേഹത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ സന്മനസ്സിന് എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ലയൺ അംഗങ്ങളുടെ പേരിൽ ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. ആശംസകൾ നേരുന്നതിനായി റോയ് കെ പൗലോസ് അവർകളെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ അബു ഇബ്രഹാം, സ്വാഗതം ആശംസിച്ച ശ്രീ ഷിൻസ്, ഈ ചടങ്ങിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ ആദരിക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ ശ്രീ രാജൻ നമ്പൂതിരി, ശ്രീ പി കെ കുര്യാക്കോസ്, ശ്രീ ശ്രീരാജ്, ആദരണീയനായ അഡ്വക്കേറ്റ് എ വി വാമനകുമാർ, മറ്റ് അവരുടെ
കുടുംബാംഗങ്ങൾ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ ആദ്യമായിട്ട് ലയൻസിൻ്റേത് പോലുള്ള ചടങ്ങുകളിലൊന്നും സാധാരണ പങ്കെടുക്കുന്ന ഒരാളല്ല. ബഹുമാന്യനായ MP ശ്രീ ഡീൻ കുര്യാക്കോസ് ഈ ചടങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടത്തിയിരിക്കുകയാണ്. വീടില്ലാത്ത ഏറ്റവും സാധുക്കളായിട്ടുള്ള 2 കുടുംബങ്ങൾ, അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ അവർക്ക് നല്ല വീട് പണിതു. അതിൻ്റെ താക്കോൽ ദാനം വളരെ സന്തോഷപൂർവ്വം ഇവിടെ നടത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 3 കുടുംബങ്ങളുടെ, ഡിസ്ട്രിക്ട് ഗവർണറുടെ ഉൾപ്പെടെ 3 കുടുംബങ്ങളുടെ വിവാഹ വാർഷികം, അത് 25ഉം 20ഉം ഒക്കെ വർഷങ്ങൾ പൂർത്തിയാക്കിയതിൻ്റെ വാർഷികവും ഇവിടെ ആഘോഷിക്കുകയും ചടങ്ങിലങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട വാമനകുമാർ സാറിൻ്റെ ജന്മദിനവും കൂടി ഈ അവസരത്തിൽ ആഘോഷിക്കാൻ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതും വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നു. അദ്ദേഹം കാസർഗോഡ് ഒരിക്കൽ അസംബ്ലിയിലേക്ക് മത്സരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ പേര് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയത്തില്ല. 2006 അദ്ദേഹം UDFിൻ്റെ സ്ഥാനാർത്ഥിയായി കാസർഗോഡ് ജില്ലയിൽ മത്സരിച്ചിട്ടുള്ള വ്യക്തിയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഈ മേഖലയിലെ ഒരു വലിയ വ്യക്തിത്വം. ഞാൻ പ്രത്യേകിച്ച് ഇവരെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. നമുക്കറിയാം, വിവാഹത്തിൻ്റെ 25ാം വാർഷികവും ചിലർക്ക് 50ാം വാർഷികവും 75ാം വാർഷികവും ഒക്കെ ആഘോഷിക്കാൻ പറ്റിയ ആളാണ്. ഞാൻ 75ാം വാർഷികം ആഘോഷിക്കാൻ പറ്റിയ എൻ്റെ പഞ്ചായത്തിലെ പയ്യച്ചേട്ടൻ്റെയും ഭാര്യയുടെയും ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം. 75 എന്ന് പറയുമ്പോൾ 90 വയസ്സ് ആയിരുന്നു. അപ്പോഴും നല്ല ആരോഗ്യവാന്മാരായിട്ട് കണ്ണൻകുഴിയിൽ പരീക്ഷേട്ടനും ഭാര്യയും. അപ്പോൾ ഇപ്പോൾ 25ഉം 20ഉം ഒക്കെ ആഘോഷിക്കാൻ അവസരം ലഭിച്ച ആളുകൾക്കൊക്കെ വീണ്ടും 50ഉം 75ഉം ഒക്കെ വാർഷികാഘോഷങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അതോടൊപ്പം എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ വിവാഹ വാർഷികങ്ങളൊക്കെ എന്നാണ് എന്ന തീയതി പോലും ഓർമ്മിക്കാൻ കഴിയാത്തവർ, ജനന തീയതി എന്നാണ് എന്ന് ഓർമ്മിക്കാൻ കഴിയാത്തവർ നമുക്ക് ചുറ്റുമൊക്കെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുമൊക്കെയുണ്ട്. ജീവിതത്തിൽ ഇന്നുവരെ വിവാഹ വാർഷികം ആഘോഷിച്ചിട്ടില്ലാത്തവരുണ്ട്. ജനിച്ചതെന്നാണെന്നുള്ള തീയതിയോ അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷങ്ങളോ ഇന്നുവരെ നടത്താൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകളെ കൂടി ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിൽ നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സേവനങ്ങൾ പോലെ എത്രമാത്രം കൂടുതൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ, വീട് നിർമ്മാണത്തിൻ്റെത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ മേഖലകളിലേക്ക് നിങ്ങൾക്ക് അത്തരം ആളുകളെ സഹായം അർഹിക്കുന്ന ആളുകളിലേക്കൊക്കെ ആ സഹായം എത്തിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി ചിന്തിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാം. ഇപ്പോൾ സ്കൂളുകളൊക്കെ തുടങ്ങുന്ന സമയം, സ്കൂളുകളിൽ പുസ്തകം വാങ്ങാൻ കഴിയില്ലാത്ത കുട്ടികളുണ്ട്, ബാഗ് വാങ്ങാൻ കഴിയില്ലാത്ത കുട്ടികളുണ്ട്, അവരുടെ യൂണിഫോം വാങ്ങാൻ കഴിയില്ലാത്ത കുട്ടികളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രയാസം. രാവിലെ 6 മണിയായപ്പോൾ കോളിംഗ് ബെൽ അടിച്ച് ഞാൻ ഇന്ന് ചെന്നപ്പോൾ കണ്ടത് അത്തരം ഒരു കുട്ടിയുടെ പിതാവിനെ. അപ്പോൾ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങാൻ പൈസയില്ല സാറേ എന്നുള്ളതാണ് ആദ്യമായിട്ട് 6 മണിക്ക് എന്നെ വിളിച്ചെടുപ്പിച്ച ആളിൻ്റെ ആവശ്യത. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും കുറവുകളും എല്ലാം ഉള്ള
ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊക്കെ ഭാഗ്യവശാല് താരതമ്യേന എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ കഴിയാത്ത ആളുകളെ എത്രമാത്രം നമുക്ക് സഹായിക്കാൻ കഴിയുമോ അത്രയൊരു മാനസികാവസ്ഥയിലേക്ക് കൂടുതൽ നിങ്ങൾക്കുണ്ട്, അവളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കാൻ നിങ്ങളുടെ മനസ്സിലെപ്പോഴും അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകണം എന്ന് ജീവിതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ 3 വീടുകളുടെ പണി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിലാണ്. അത് എത്രയും പെട്ടെന്ന് ഏറ്റവും അർഹതപ്പെട്ട 3 കുടുംബങ്ങളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം അത് പൂർത്തിയാക്കി തീർച്ചയായിട്ടും ഈ വണ്ണപ്പുറം ലയൺസ് ക്ലബിൻ്റെ സഹായത്തോടെ നടത്തുന്ന ആ പദ്ധതി ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കും എന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ വിവാഹ വാർഷിക ആഘോഷങ്ങൾ നടത്തുന്ന എല്ലാ കുടുംബങ്ങൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി കാളിയാർ SHO ശ്രീ ഖണി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ടൗൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാബ് സാറ്, പിന്നെ ഇന്നത്തെ വിശിഷ്ട വ്യക്തികളായിട്ട് ഇവിടെ സ്റ്റേജിലിരിക്കുന്ന 25 വർഷവും 20 വർഷവും പൂർത്തിയാക്കി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ബെന്നിച്ചേട്ടൻ, ശ്രീ കുര്യാക്കോസ് എന്ന് വിളിക്കുന്ന, ഞാൻ ബെന്നിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന ബെന്നിച്ചേട്ടനും, പിന്നെ ലയൺസിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീ രാജൻ അവർ, പിന്നെ ശ്രീരാഗ്, വാമന സാറ്, വേദിയിൽ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവർ, ഈ ഒരു വിവാഹ വാർഷികം ഇവിടുത്തെ ഈ പ്രോഗ്രാമൊക്കെ കണ്ടപ്പോൾ ഒരിക്കൽ കൂടി വിവാഹം കഴിക്കാൻ തോന്നി. പിന്നെ ഇവിടെ മാലയൊക്കെ ഇട്ട് ഞാൻ ഈ മാസത്തിൽ ഈ ദിവസത്തിൽ എന്നെ കൂടി വിവാഹ വാർഷികം ആയിരുന്നെങ്കിലെന്ന് മനസ്സിൽ തോന്നിയൊരു സന്ദർഭമായിരുന്നു. ഇതിലെ ഈ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ബെന്നിച്ചേട്ടനെ കുറിച്ച് 2 വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. പലപ്പോഴും അടുത്ത് ഇടപഴകാൻ സാഹചര്യം കിട്ടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലപ്പോഴും പോകാറുണ്ട്, സന്ദർശിക്കാറുണ്ട്. ചിലപ്പോൾ എൻ്റെ അന്നദാതാവായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഈ ഒരു 25 വർഷം എന്ന് പറയുന്ന ചെറിയ ഒരു വർഷമല്ല. ഞാനിപ്പോൾ 15 വർഷമായപ്പോഴേ ഞാൻ നടന്നു തുടങ്ങി. ഇവിടെ വരാൻ 15ാമത്തെ വർഷമായപ്പോൾ ഞാൻ കിതച്ചു തുടങ്ങുന്ന ഒരവസ്ഥ. 25 വർഷം പൂർത്തിയാക്കി അതേ ഒരു എനർജി, വിവാഹം കഴിഞ്ഞ അതേപോലെയുള്ളൊരു എനർജി ഇപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്നു. പ്രണയം, വിവാഹശേഷം മിക്കവാറും പ്രണയം നഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ദമ്പതികളിൽ അത് കാണാറുണ്ട്. പ്രണയിക്കുമ്പോൾ വളരെ അടുത്ത് ഹൃദയം ചേർത്ത് വെക്കുകയും പിന്നീട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നഷ്ടപ്പെടുന്ന ഒരു കാലയളവാണ്. പല പരാതികളും എൻ്റെ മുന്നിൽ വരുന്ന പല പരാതികളിലും അത് കാണാം. പക്ഷേ ഇവിടെ ബെന്നിച്ചേട്ടനെ സംബന്ധിച്ച് അവരിപ്പോഴും പ്രണയിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഓരോരുത്തരുടെയും കസേരകളുടെ അകലം നോക്കിയപ്പോൾ മുൻപ് ഇപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കസേരകൾ വളരെ ചേർന്നാണ് കിടന്നത്. അത്രയ്ക്കും അടുപ്പം അവർ ഹൃദയത്തിലും അത്രയ്ക്കും അടുപ്പം സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം തൊടുപുഴ പോയപ്പോൾ തൊടുപുഴ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ, ബെന്നിച്ചേട്ടൻ്റെ വണ്ടിയിൽ ഒരു പ്രാവശ്യം തൊടുപുഴയ്ക്ക് പോകാൻ പറ്റി. ആ സമയത്ത് കാറിലിട്ടേക്കുന്ന പാട്ട് പ്രണയിക്കുകയായിരുന്നു, ഇങ്ങനെയുള്ള പ്രണയ ഗാനങ്ങളാണ് പുള്ളിയിട്ടേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും പ്രണയം കാസൂക്ഷിക്കുന്നുണ്ട്. ഭാര്യയെ വളരെ പ്രണയിച്ച് 25 വർഷം പൂർത്തിയാക്കിയ ബെന്നിച്ചേട്ടന് ഒരുപാട് ആശംസകൾ നേരുന്നു. ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ കുടുംബത്തെയും മക്കളെയും സ്നേഹിച്ച് ജീവിക്കാനുള്ള അവസരം ജഗദീശ്വരൻ കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ രാജസ്ഥാനെ സംബന്ധിച്ച് ഈ അടുത്ത സമയത്താണ് പരിചയപ്പെട്ടത്. അദ്ദേഹം ഇവിടെ ഡിസ്ട്രിക്ട് ഗവർണറായി വന്ന ശേഷമാണ് കൂടുതൽ അടുത്ത് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു കഴിഞ്ഞ വർഷ കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലയൺസിലേക്ക് ഏകദേശം 7 വീടുകൾ, പാവപ്പെട്ടവർക്ക് 7 വീടുകൾ
നൽകുന്നതിന് വേണ്ടിയുള്ള വണ്ണപ്പുറം ലയൺസിലേക്ക് മാത്രം 7 വീടുകൾ നൽകാനുള്ള നടപടികൾ പൂർത്തിയാക്കിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലും 20 വർഷത്തോളം പൂർത്തിയാക്കി. അതും ഒരു വലിയ കാലയളവാണ്. അവരും ഒരുപാട് കാലം നല്ലപോലെ പ്രണയിച്ച് സ്നേഹിച്ച് ഒരുപാട് വർഷങ്ങൾ ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ എനിക്ക് വലിയ പരിചയമില്ല, ശ്രീരാജിൻ്റെ കുടുംബത്തിനും അതേപോലെ ആശംസകൾ നേരുന്നു. ഇന്ന് നമ്മുടെ വാമന സാറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അദ്ദേഹത്തിനും ഒരുപാട് വർഷങ്ങൾ നന്മയോടുകൂടി ജീവിക്കാനും ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുമുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഈ സന്തോഷ ദിവസത്തിൽ ഇവർക്ക് ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി ഒരുപാട് ഡിസ്ട്രിക്ട് ഭാരവാഹികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ലയൺ ജോസ് മംഗളി, ലയൺ ജിമ്മി ജോസഫ്, ലയൺ ശ്രീ റോയ്ക്ക് പോലോസ് അവർ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു. ലയൺ ജോർജ് സാജു, ലയൺ സിബി ഫ്രാൻസിസ് MJF, ലയൺ പ്രൊഫസർ സാംസൺ തോമസ്, ലയൺ ജെയ്സ് ജോൺ, ഇവരുടെ എല്ലാവരുടെയും പ്രതിനിധിയായിക്കൊണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് സെക്കൻഡ് BDG ലയൺ VS ജയേഷ് PMJF ആശംസകൾ നേർന്ന് സംസാരിക്കാനായി ഇപ്പോൾ എത്തിച്ചേരുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ വ്യത്യസ്തമായ ചടങ്ങിനാണ് ഇന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നത് വണ്ണപ്പുറം ടൗണിൽ വരുമ്പോൾ. ആദ്യമായി തന്നെ 25-ാം വർഷം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ബെന്നിച്ചേട്ടനും ലേസി ചേച്ചിക്കും, അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തും സഹോദര തുല്യനുമായിട്ടുള്ള രാജൻ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വൈഫ് ചിത്രയ്ക്കും, പ്രിയപ്പെട്ട ശ്രീരാജനും ചേച്ചിക്കും ഉള്ള വിവാഹാശംസകൾ ഞാൻ ആദ്യമായി നേരുന്നു. വാർഷികാശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട വാമൻജി അദ്ദേഹത്തിൻ്റെ 62-ാം പിറന്നാളാണെന്ന് ആഘോഷിക്കുന്നത്. ചേട്ടൻ പറഞ്ഞാൽ 40 വയസ്സൊന്നും അല്ല തോന്നിക്കണം, അതുകൊണ്ട് എനിവേ അദ്ദേഹത്തിനുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഈ വിവാഹത്തിൻ്റെ ഒരു ബന്ധം അല്ലെങ്കിൽ ദൃഢത നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോഴാണ്. കാരണം എത്രയോ നാളുകൾ 25, 50, 75 ഒക്കെ വർഷം പിന്നിടുന്ന ഒരു കാലഘട്ടമാണുള്ളത്. ചെറിയൊരു രസകരമായ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു ജാപ്പാനീസ് പൗരന്മാരെ പിടിക്കുകയുണ്ടായി. പിടിക്കാനൊരു കാരണം അവരുടെ ബാഗിൽ ഒരു വെടിയുണ്ട ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വെടിയുണ്ടയുമായിട്ട് എയർപോർട്ട് വരെ പറയാമോ, അത് അറസ്റ്റ് ചെയ്യും, കൊണ്ടുപോയി. അതിനുശേഷം ജാമ്യത്തിലെടുക്കാൻ പോയത് നമ്മുടെ ലയനായിട്ടൊരു വക്കീലാണ് പോയത്. അദ്ദേഹത്തിൻ്റെ വാദം കേട്ട് ജഡ്ജി വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അദ്ദേഹം വാദിച്ചതാണ്, ജഡ്ജിയോട് പറയുകയാണ്, ഇദ്ദേഹം വളരെ സത്യസന്ധനായ മനുഷ്യനാണ്, സത്സ്വഭാവിയാണ്, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷമായി എന്ന് പറഞ്ഞു. കാരണം ജപ്പാനിൽ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഡൈവേഴ്സ്. അപ്പം എനിക്കറിയില്ല, എനിവേ ആ ബന്ധത്തിൻ്റെ ഒരു ദൃഢതയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് 25-ാം വർഷവും 20-ാം വർഷമൊക്കെ ആഘോഷിക്കുമ്പോൾ ആ ഒരു ബന്ധം, ഇത്രയും നാളുകൾ നമ്മൾ ഒരുമിച്ച് ഒരേ മനസ്സിൽ കരുതുന്ന ആ ഒരു ബന്ധം നിലനിർത്തി പോകുന്നത് ഒരു വലിയ പവിത്രതയാണ്. അത് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലും ഭാരതത്തിലും ഒക്കെയാണ്. തീർച്ചയായും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കുള്ള ആശംസ നേരുന്നു. എല്ലാവർക്കും നല്ലൊരു സഹായം നേരുന്നു. ചെയ്യും. അടുത്തതായി ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി നമ്മുടെ ലയൺ PK കുര്യാക്കോസിന്റെയും ലേസി കുര്യാക്കോസിന്റെയും വിവാഹത്തിന് സാക്ഷിയായ നമ്മുടെ ക്ലബ്ബ് രക്ഷാധികാരി ലയൺ ജിമ്മി ചേട്ടനെയാണ് ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നത്. ഈ വേദിയുടെ അധ്യക്ഷൻ, ഞങ്ങളുടെ ധീരനായ പടത്തലവൻ ലയൺ അബു എബ്രഹാം, സമാരാധനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട DG രാജൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ചിത്ര രാജൻ,
അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്രീരാജ് ഭഗ്നി, ഞങ്ങളുടെയെല്ലാം കേരളത്തിലെ ലയണീസത്തിൻ്റെ ധീരനായ നേതാവ്, ഞങ്ങളുടെ രോമാഞ്ചം, അഭിമാനം. മലയാളത്തിൽ എന്തെല്ലാം നല്ല വാക്കുകൾ പറയാമോ അതെല്ലാം കൂട്ടിച്ചേർത്ത് ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ട വാമൻജി, ലയണീസത്തിൻ്റെ ധീരരായ നേതാക്കൾ VS ജയേഷ്, പ്രൊഫസർ സാംസൺ, ഒരുപാട് പേരുണ്ട്. പ്രിയപ്പെട്ട കണിസാറ്, ഇന്നത്തെ ഈ സായാഹ്നത്തിൻ്റെ പൗർണമി തിങ്കൾ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവരായ ബെന്നി, ലൈസി, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള മകൾ വ്യക്തികളെ, റോയിക്ക് പൗലോസ് ഉൾപ്പെടെയുള്ള മകൾ വ്യക്തികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കെന്നെ നമസ്കാരം. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിനെ സംബന്ധിച്ച് സംഭവബഹുലമായ ഒരു സായാഹ്നമാണ്. ആശംസ പറയേണ്ട ഒരുപാട് പേരുണ്ട്. ഞാൻ ആദ്യമായിട്ട് രാജൻ നമ്പൂതിരിയിൽ തന്നെ തുടങ്ങട്ടെ. 2018 വണ്ണപ്പുറത്ത് ടൗൺ ലയൺസ് ക്ലബ്ബ് രൂപീകൃതമായ നാൾ മുതൽ, വണ്ണപ്പുറത്ത് ലയണീസം ആരംഭിച്ച കാലം മുതൽ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഇത്രയും എളിമ ഒരു DGക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ രാജൻ നമ്പൂതിരി എന്നോട് ഇത്രയും എളിമയും വിനയവും സ്നേഹവും എല്ലാമുള്ള ധീരനായ ഒരു നേതാവ് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബ സുഹൃത്താണ് അദ്ദേഹം. 20 വർഷം ദാമ്പത്യ ജീവിതത്തിൽ വിജയകരമായി മുന്നോട്ട് പോകുന്ന ആ പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവിന് നിങ്ങളേവരുടെയും പേരിൽ, രാജന്, ഞങ്ങളുടെ പേരിൽ, ഈ ക്ലബിൻ്റെ പേരിൽ, വ്യക്തിപരമായ നിലയിൽ 100 ആശംസകൾ ഞാൻ അറിയിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്രീരാജ്, അവർക്കും വ്യക്തിപരമായ നിലയിലും ഈ ക്ലബിൻ്റെ നിലയിലും അപ്രതീക്ഷിതമായി കടന്നു വന്ന അവർക്ക് ഞങ്ങളുടെ ആശംസ അറിയിക്കട്ടെ. എന്തായാലും അഡ്വക്കേറ്റ് വാമനകുമാർജി, ഞാൻ പറഞ്ഞു മലയാളത്തിൽ എന്തെല്ലാം നല്ല വാക്കുകളുണ്ടോ അതെല്ലാം ഞങ്ങളുടെ ആത്മാവിലുണ്ട്, ഞങ്ങളുടെ മനസ്സുണ്ട് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓരോ ചൂടുവയ്പ്പിലും ഉണ്ടാകും, എന്നും ഉണ്ടാകും. പ്രാർത്ഥനയോടെ, കൂപ്പുകൈകളോടെ അദ്ദേഹത്തിന് ഈ ജന്മദിനം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബെനിയും ലൈസിയും 25 വർഷം മുമ്പ് നിലയെപ്പോലെ ഓർമ്മിക്കുന്നു. ഒരു വെളുത്ത കാറ് സ്വന്തമായി ഡ്രൈവ് ചെയ്ത് ഏകനായി കാളിയാർപ്പടിയുടെ നിരത്തിൽ കടന്നു വന്ന ബെന്നി, അഞ്ചിരിക്കുന്ന ഓർമ്മമായി കടന്നു വന്ന ബെന്നി, ഉത്തിരിങ്ങി വന്ന ലൈസി, ഈ രണ്ടുപേരുടെ കുടുംബവുമായിട്ട് വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും ഒരുപാട് മറക്കാനാവാത്ത ബന്ധങ്ങളുള്ള വ്യക്തിയാണ് ഞാൻ. ഇന്ന് നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ നന്മ നിറഞ്ഞ പിതാമഹന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സമാരാധനായ ഒപ്പം ചേട്ടനെ, ലൈസിയുടെ സഹോദരൻ ജോയിയെ, എല്ലാ പ്രാർത്ഥനാപൂർവ്വം അനുസരിക്കുക. ബൈബിളിൽ കടിയ ഒരു വചനമുണ്ട്, നീതിമാന്റെ മക്കൾ പകരട്ടി. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ആയിരിക്കുന്ന ബെനിയും ലൈസിയുമൊക്കെ. ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കാറി പറക്കുന്ന നക്ഷത്രങ്ങളാണ് ബെനിയും ലൈസിയും. ജീവിതത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ ഓരോ ചുവടുവയ്പ്പിലും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും, അതോടൊപ്പം ഞങ്ങളുടെ എല്ലാ സന്തോഷവും, എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും അവർക്കുണ്ടാകും, എന്നും ഉണ്ടാകും. പണമുണ്ടാവുന്ന സംബന്ധിച്ച് അവരുടെ സാമീപ്യം സന്തോഷകരമാണ്. ക്ലബിലെ ഏതെങ്കിലും ഒരു വിഷയം, ചാരിറ്റിയുടെ എന്തെങ്കിലും വിഷയം എപ്പോഴെങ്കിലും സാറോ പ്രസിഡന്റ് പറയുന്നതിന് മുമ്പ് തന്നെ ബെന്നിയുടെ ദൈവം, ബെന്നിയുടെ ഒരു ഗീതം എല്ലാ കാര്യത്തിലും ഉണ്ട്. പ്രിയപ്പെട്ട ബെന്നിക്ക്, ലൈസിക്ക് ദൈവം എല്ലാവിധ നന്മയും നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും
ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസയും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ലയണീസം, ജയ് ഭാരത്. അടുത്തതായി ലയൺ പി കെ കുര്യാക്കോസ് ആൻഡ് ലേസി കുര്യാക്കോസ് അവരുടെ വിവാഹത്തിന് സാക്ഷിയായ നമ്മുടെ ക്ലബ്ബ് പെട്രൻ ലയൺ ജിമ്മി ജോസഫ് അവങ്ങളെ ഈ അവസരത്തിൽ ഒന്ന് ആദരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതിനായി ജിമ്മി ചേട്ടനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. '25 വർഷമുള്ള ആ ഒരു സുന്ദര സുദിനമാണ് ഇപ്പോ ഇവര് മൂവരും ഓർക്കുന്നത്. അപ്പോ അതുകൊണ്ട് അവരെ മൂവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാൾ ഒരുപക്ഷെ അവർക്ക് ആ ദിവസം കൂടുതൽ ഓർമ്മയുണ്ടാകുമെന്നറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദിവസം അവർക്ക് മൂവർക്കും ഒരേപോലെ പ്രിയപ്പെട്ടതായിരിക്കണം. ഈ സന്തോഷത്തിൽ ജിമ്മി ചേട്ടന്റെ ഈ സ്നേഹത്തിൽ അല്ലെങ്കിൽ ലയൺ കുര്യാക്കോസിന്റെയും ലേസി കുര്യാക്കോസിന്റെയും ഈ സന്തോഷത്തിൽ ജിമ്മി ചേട്ടനെയും കൂടി പങ്കാളിയാക്കിയിരിക്കുന്നു. എല്ലാവർക്കും നിറഞ്ഞ കൈയടികളോടെ ഈ നിമിഷം സന്തോഷകരമാക്കി തീർക്കാം. അനുമോദനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. മറുപടി പ്രസംഗത്തിനായി ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ആരാധനയായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ലയണാബ്രഹാം, എൻ്റെ സഹോദര തുല്യൻ, നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ മാത്രമല്ല ലയൺസ് ഇന്റർനാഷണൽ ഏറ്റവും സമാരാധനായ നേതാവായ അഡ്വക്കേറ്റ് എ വി രാമകുമാർ, ഇന്ന് രജത ജൂബിലി ആഘോഷിക്കുന്ന എല്ലാവരുടെയും പ്രിയങ്കരനായ ലയൺ ബെന്നി കുര്യാക്കോസ് ലേസി ചേച്ചി, എൻ്റെ സഹോദരനും ഇന്ന് 20ാമത്തെ വിവാഹവാർഷികം ആഘോഷിക്കുന്ന ലയൺ ശ്രീരാജ് ആൻഡ് ശ്രുതി, ഇന്നിവിടെ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ള ഫസ്റ്റ് VDG ലയൺ VS ദിനേഷ്, ക്യാബിനറ്റ് സെക്രട്ടറി ജോർജ് സാജു, ക്യാബിനറ്റ് ട്രഷറർ ലയൺ CV ഫ്രാൻസിസ്, ജിനി CV, ഏറ്റവും ആരാധനായ കളയർ SHO ഹനിസ, സ്നേഹബന്ധനായ ബഹുമാന്യരായ ഫാദേഴ്സ്, അതിലുപരി എൻ്റെ സഹോദര തുല്യനായ പ്രിയങ്കരനായ അനിഷേധ്യ നേതാവ് ഷിൻ സെബാസ്റ്റ്യൻ, ഏറ്റവും ആദരണീയായ ജിമ്മി സാർ, ടൗൺ ലയൺസ് ക്ലബിലെ പ്രിയ കുടുംബാംഗങ്ങൾ, ഒരു മറുപടി പ്രസംഗത്തിനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ദിവസം എന്ത് മറുപടി പറഞ്ഞാൽ മതിയാകും, എന്തൊക്കെ പറഞ്ഞാലും പൂർണ്ണമാവില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കാരണം മുഖ്യപ്രഭാഷണത്തിൽ വാമൻജി ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 20 വർഷങ്ങളായി സാധാരണ ഒരു ദിവസം പോലെ കഴിഞ്ഞു പോകുന്ന ദിനം തന്നെയാണ് എനിക്കും ചിത്രയ്ക്കും അതുപോലെ തന്നെ ശ്രീരാജനും ശ്രുതിക്കുമൊക്കെ ഉള്ളത്. വാർഷികം ആണ് എന്ന് ആരെങ്കിലും ഓർമ്മിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് എൻ്റെയും മാമൻജിയുടെയും ഒക്കെ ഒരു സുഹൃത്ത് ദിവസവും കാലത്ത് ഒരു മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്യുമ്പോഴാണ് പതിവായിട്ട് ഒരുപക്ഷെ ഒരു പരിധിവരെ ഓർക്കാറുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ 15-ാം തീയതി പതിവ് പോലെ ഒരു ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണേഴ്സ് വിസിറ്റിന് വേണ്ടിയിട്ട് വിളിക്കുകയുണ്ടായി. യാതൊരു തരത്തിലുള്ള സംശയം കൂടാതെ അത് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം ഈ വർഷം പല പ്രാവശ്യം വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലൂടെ വരാനുള്ള സാഹചര്യം എനിക്കുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ എന്നോട് പ്രിയങ്കരനായ ഷിൻസ് പറയുകയുണ്ടായി, നമ്മുടെ ഈ ക്ലബിനെ ഈ വർഷം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, കാലാകാലങ്ങളായിട്ട് മുന്നോട്ട് പ്രസിഡന്റിനെയും ടീമിനെയും സപ്പോർട്ട് ചെയ്യുന്ന ബെന്നി ചേട്ടൻ്റെ 25ാം വിവാഹ വാർഷികമാണ് 15-ാം തീയതി. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഒരു എങ്ങനെയെങ്കിലും തരാക്കി അന്നത്തെ ദിവസം വണ്ണപ്പുറം വരെ ഒന്ന് വരണം
നമുക്ക് അത് ഗംഭീരാക്കാം എന്ന് പറയുമ്പോഴാണ് ഈ 15-ാം തീയതി എൻ്റെയും വിവാഹ വാർഷികമാണെന്നുള്ള കാര്യം ഓർക്കുകയും അത് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ കൊടുക്കുകയോ അല്ലെങ്കിൽ പിന്നെ പുറകോട്ട് ചിന്തിക്കാനോ മതി ചെയ്യാനോ ഒരു സാധ്യതയുമില്ലാത്ത ഒരാളുടെ അടുത്താണ് ഞാനത് പറഞ്ഞത് എന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നില്ല. അപ്പോൾ തന്നെ തീരുമാനമായി. ഞാൻ ഡിസ്ട്രിക്ട് ഒരു DG വിസിറ്റ് ഉണ്ടായിരുന്ന കാര്യം അപ്പോൾ തന്നെ വിളിച്ച് നടക്കില്ല എന്ന് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ധാരണ, ഞാൻ ബെന്നിച്ചേട്ടൻ്റെ കൂടെ ടൗൺ ലയൺസ് ക്ലബിലെ മെമ്പേഴ്സിൻ്റെ കൂടെ എന്തായാലും ഈ വർഷത്തെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതി ഈ വർഷം ഫാമിലിയായിട്ട് സകുടുംബം ഇവിടെ ഇന്ന് വാർഷികം ആഘോഷിച്ച് വൈകുന്നേരം ആഘോഷിച്ച് തിരിച്ചു പോകാം, അങ്ങനെ തന്നെ ധരിച്ചു. പക്ഷെ അന്ന് അവിടെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ വിട്ടുപോയ ഒരു കാര്യം, ഇത് കേൾക്കുന്നതും ചെയ്യാൻ ഏറ്റതും മറ്റാരുമല്ല ലയൺ സെബാസ്റ്റ്യനായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഒരു നിമിഷം വിസ്മരിച്ചു എന്നുള്ളതാണ്. ഇന്നിവിടെ വരുന്നത് വരെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറായി ക്ലബിലെ അല്ലെങ്കിൽ നിശ്ചന്റെ വീട്ടിലോ ഉള്ള ഒരു പ്രോഗ്രാമായിട്ട് വന്ന് കൂടി ഗംഭീരമായിട്ട് ഒരു ഒത്തൊരുമയോട് കൂടി പോകാം എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ഇവിടെ വരെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് കഴിഞ്ഞ 20 വർഷമായിട്ട് കേട്ടുകേൾവി അല്ലെ കണ്ടിട്ടോ അല്ല അനുഭവിക്കാനോ യോഗമോ ഭാഗ്യമോ ഉണ്ടാവാത്ത രീതിയിൽ ഒരു വിവാഹ വാർഷിക ആഘോഷം പങ്കെടുക്കുവാനുള്ള ഒരു അവസരം. സത്യമായിട്ടും ഞാനും ചിത്രയും ശ്രീരാജും ശ്രുതിയും വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിനോടും പ്രത്യേകിച്ച് അബൂ സാബറിനോടും ഷിൻ സബാസിനോടും സഹോദരനോടും ഒക്കെ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഈ അവസരത്തിൽ പറയാതിരിക്കുക വയ്യ. അത്രയേറെ സ്നേഹത്തോടുകൂടി തരുന്ന ഈ ഒരു സായാഹ്നം തീർച്ചയായിട്ടും ഒരു ജീവിതത്തിൽ ഒരു കാലത്തും ഒരു കാലത്തും മറക്കാൻ വിസ്മരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് പറയട്ടെ. ഈ ഒരു വർഷം വണ്ണപ്പുറം ടൗണിലേക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 17 പ്രാവശ്യം തൊട്ട് ഇതിലെ എനിക്ക് വരാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അബുസാർ ഇവിടെ സൂചിപ്പിച്ച പോലെ കൂത്താട്ടുള്ള ലയൺസ് ക്ലബിന്റെ പോലും മീറ്റിങ്ങിൽ എനിക്ക് പോകാൻ തരായിട്ടില്ലെങ്കിലും ഇവിടുത്തെ ജനറൽ ബോഡി മീറ്റിങ്ങിന് വരുവാനും പങ്കെടുക്കുവാനുള്ള ഒരു അവസരവും ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ മുഖപ്രഭാഷണത്തിൽ അമ്മഞ്ച് പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു കാലയളവിലേക്കുള്ള ഒരു അടുപ്പം കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടായ്മയല്ല വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിനുള്ളത്. എന്നും സ്നേഹത്തോടെ എന്നും എപ്പോഴും അടുപ്പിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ കൂട്ടുകെട്ടാണ് ഇവിടെ ഉള്ളത്. അത് എന്നും എപ്പോഴും വിസ്മരിക്കാനാവാത്ത ഒരു കാര്യമാണ് എന്ന് ഇനി ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സായാഹ്നം ഇത്രയും മനോഹരമായി ഇവിടെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്ന് അറിയാത്ത രീതിയിൽ ഇതിനെ മാറ്റിയ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും 62ാം ജന്മദിനം ആഘോഷിക്കുന്ന വാമൻജിയുടെ കൂടെ ഞങ്ങളുടെ പ്രിയങ്കരനായ വാമനേട്ടൻ്റെ കൂടെ ഈ ഒരു ദിവസം ഇവിടെ സംഘടിപ്പിച്ചതിനുള്ള സന്തോഷം, അദ്ദേഹത്തിനെല്ലാം ജന്മദിന ആശംസകൾ നേരുകയും രജത ജൂബിലി ആഘോഷിക്കുന്ന ബെന്നി ചേട്ടനും ചേച്ചിക്കുമുള്ള എല്ലാ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഗോൾഡൻ ജൂബിലിയും പ്ലാറ്റിനം ജൂബിലിയും ഒക്കെ ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം ജഗദീശൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും എൻ്റെ സഹോദരൻ ശ്രീരാജനും ശ്രുതിക്കും തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ എല്ലാ ഭാവുകങ്ങളും എല്ലാ വിധത്തിലുള്ള സമ്പൽ സമൃദ്ധിയും കരിഞ്ഞ് നൽകട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ടും ഞാനും എൻ്റെ വൈഫും ഇത്രയും എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ ഉദ്യമം തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ദിവസം
ദിവസം ഇത്രയും ഭംഗിയായി പറയാൻ വേണ്ടി ഏവരും ഇവിടെ റെഡിയാണ്. പക്ഷെ സമയം കൂടുതൽ എടുക്കും എന്നുള്ള ഒരു കാലവിളംബം ഭയന്ന് അവർക്കും കൂടെ വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് എല്ലാവരോടും എല്ലാ വിധത്തിലുള്ള നന്ദിയും പ്രകാശിപ്പിക്കുവാനും കൂടെ ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അടുത്തതായി ചടങ്ങിൽ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ലയൺ റാണ ജിബിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Good evening everyone, respected dignitaries, honored of the days. ഇന്നലെ ഞങ്ങൾ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം ബെന്നിച്ചേട്ടൻ തുടക്കം തൊട്ടുണ്ടായിരുന്നു. ബെന്നിച്ചേട്ടൻ്റെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്, എടാ ഇത് സമയത്തിന് തീർക്കണം. ഈ ലയൺസുകാരൊക്കെ ഇതിനോട് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. സാധാരണ 7:30-8 മണിക്ക് മീറ്റിംഗ് തുടങ്ങിയാൽ 9-10 മണിക്ക് അപ്പുറമായിരിക്കും അവസാനിക്കുന്നത്. പക്ഷേ എൻ്റെ ഈ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് ആരെയും ബോറടിപ്പിക്കാൻ പറ്റില്ല. അപ്പം 8:30 ആയിരുന്നു തീരുമാനിച്ചത്. പക്ഷേ 9 മണിയാണ് 5 മിനിറ്റ് ഉണ്ട്. അപ്പം ഞാൻ ബെന്നിച്ചേട്ടനുള്ള വാക്ക് പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലെ നന്ദി പറയുന്നുള്ളൂ. നിങ്ങളാരും മോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരു ആശംസയോ എന്തോ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനപ്പുറം എനിക്കും ബാക്കിയുള്ളവർക്കൊക്കെ അസൂയാവഹമായ ഒരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനാണ് കാണുന്നത്. എത്ര പേർക്ക് ഈ ഭാഗ്യമുണ്ടാവും? രാജൻ സാറും ശ്രീരാജ് സാറും വാമൻജിയൊക്കെ ഒത്തിരി വേദികളിൽ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഈ പരിപാടി ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ ക്ലബിലെ സൂപ്പർ സ്റ്റാർ ബെന്നിച്ചേട്ടൻ മുൻകൈ എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് ഇവിടെ. അതുകൊണ്ട് ഇവിടെ സന്നിഹിതരായ എല്ലാവരുടെയും പേരിൽ നമ്മുടെ വേദിയിലിരിക്കുന്ന യുവമിഥുനങ്ങൾ, വാമൻജിയൊക്കെ ബർത്ത്ഡേ പുറകോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 50 വയസ്സിൻ്റെ ഇതായിട്ടില്ലെന്നാണ് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവർക്കും നിങ്ങളുടെ പേരിൽ നല്ലൊരു കൈയൊടി കൊടുത്ത് നമുക്ക് നമ്മുടെ സ്നേഹം നന്ദിയോട് അറിയിക്കാം. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ഹണി സാറിൻ്റെ ഗാനത്തിനൊക്കെ ആയിട്ടാണ് മിക്കവരും വെയിറ്റ് ചെയ്യുന്നത്. ജോൺസൺ അച്ഛനുണ്ട്, മറ്റ് ക്ലബിൽ നിന്ന് വന്ന PSTമാരുണ്ട്, സുഹൃത്തുക്കൾ, സ്വന്തക്കാർ, പിന്നെ വലിയൊരു സൗഹൃദ വല ഇവിടെ ഉണ്ട്, കേറ്ററിംഗുകാർ, ലൈറ്റ് ആൻഡ് സൗണ്ട്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ചടങ്ങുകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. എങ്കിലും നമുക്ക് വേണ്ടി നമ്മുടെ ലയൺ PK കുര്യാക്കോസ് ആൻഡ് ലേസി കുര്യാക്കോസ് അതിമനോഹരമായ ഒരു ഗാനമേളയാണ് തുടർന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതിനായി തയ്യാറെടുത്ത് വന്നിരിക്കുന്നത് സുപ്രസിദ്ധ സിനി സീരിയൽ ആർട്ടിസ്റ്റ് ദേവസൂര്യയാണ്. ദേവസൂര്യയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ഗാനം നിങ്ങൾ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ ബാക്ക് വശത്ത് അതിരുചികരമായ ഒരു വിഭവസമൃദ്ധമായ സദ്യയും നമുക്ക് വേണ്ടി ബെന്നിച്ചേട്ടൻ ഒരുക്കിയിട്ടുണ്ട്. ഇതിലെല്ലാം പങ്കാളികളായതിനു ശേഷം മാത്രമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഗാനമേള ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണവും ആസ്വദിക്കുക. എല്ലാ ചടങ്ങുകളിലും ഭംഗിയായി പങ്കെടുക്കുക. അതിനുശേഷം മാത്രം പിരിഞ്ഞു പോകാനായി പ്രത്യേകം ഓർക്കുക. താങ്ക് യു. യോഗ നടപടികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എത്തിച്ചേർന്ന എല്ലാവർക്കും, എല്ലാ ടൗൺ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളുടെ പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.